one and all. മാസങ്ങളായി അത്യധികം ആവേശത്തോടെ MESൻ്റെ ഈ ക്യാമ്പസും കോഴിക്കോടിൻ്റെ സഹൃദയ സദസ്സും കാത്തിരുന്ന ദിവസമാണല്ലോ ഇന്ന്. ഈ സർഗോത്സവത്തിന് പിന്നിൽ അക്ഷീണം പ്രയത്നിക്കുന്ന ദേവ്താര, ഹുസ്ന, ഹിബ ഫാത്തിമ, പിന്നെ മറ്റുള്ളവരും, എനിക്കിവരെ 3 പേരെ പരിചയമുള്ളൂ. ഈ ടീമിന് എല്ലാ ഭാവുകങ്ങളും നന്ദിയും ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ സെഷൻ തുടങ്ങാം. ഈ സെഷൻ്റെ പേര് പോർട്രേയിങ് വിമൻസ് ഇന്നർ വേൾഡ്സ് ഇൻ മലയാളം സിനിമ ബിറ്റ്വീൻ റിയലിസം ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണല്ലോ. കാലങ്ങളായി ഭരണകൂടങ്ങളും നിയമ സംവിധാനങ്ങളും സമൂഹവും നിർവചിച്ചു കൊണ്ടിരിക്കുന്ന, എന്നിട്ടും പ്രസക്തിയൊട്ടും മങ്ങാതിരിക്കുന്ന ഒരു വിഷയം. ഈ വിഷയത്തെ തിരഞ്ഞെടുത്തത് സംഘാടകരുടെ മികവ് തന്നെയാണ്. അതിനാദ്യം നന്ദി. അതിനേക്കാൾ പ്രാധാന്യം ഉള്ളതാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ റത്തീന് തന്നെ വേണമെന്ന് നിങ്ങളുടെ ആഗ്രഹവും തീരുമാനവും. വിട്ടുവീഴ്ചയില്ലാത്ത ലിംഗനീതിയുടെ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ. റത്തീന പ്രവർത്തിച്ച സിനിമകളിലെ സ്ത്രീ പ്രാതിനിധ്യം എടുത്തു നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉയരെ, ജാനകി ജാനെ, പുഴു, പാതിരാത്രി. പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് വിജയിച്ച മലയാള സിനിമയിലെ ചുരുക്കം ചില വനിതാ സംവിധായകരിൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരുകളിൽ ഒന്നാണ് റത്തീന. വേറിട്ട ശബ്ദത്തിൽ വേറിട്ട ലിംഗ, ജാതി, രാഷ്ട്രീയം സംസാരിക്കുക മാത്രമല്ല, മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ, ലോക സിനിമയുടെ തന്നെ വിസ്മയം, നമ്മുടെ സ്വന്തം മമ്മൂട്ടിയുടെ നാളിതുവരെ കാണാത്ത വേഷപ്പകർച്ച നമുക്ക് സമ്മാനിച്ച പുഴുവിൻ്റെ സംവിധായിക റത്തീനയ്ക്ക് നിങ്ങളുടെ മുന്നിൽ ഒരാമുഖം ആവശ്യമില്ല. 2022 പുഴുവിന് ശേഷം കഴിഞ്ഞ വർഷം ഇറങ്ങിയ പാതിരാത്രി എന്ന സിനിമയുടെ ഡയറക്ടർ, 2012 ബെസ്റ്റ് ഫിലിം ഓൺ ഫാമിലി വാല്യൂ രജത കമലം നാഷണൽ അവാർഡ് നേടിയ റെഡ് ബിൽഡിംഗ് വേർ ദ സൺ സെറ്റ്സ് എന്ന ഇംഗ്ലീഷ് സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഉയരെ, ജാനകി ജാനെ തുടങ്ങിയ സിനിമകളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ഒരുപാട് സിനിമകളിൽ പോസ്റ്റർ ഡിസൈനർ എന്നീ നിലകളിലൊക്കെ റത്തീനയെ സിനിമാ പ്രേമികൾക്ക് പരിചിതമാണ്. കൂടാതെ എഡിറ്റിങ്ങിലും ഗ്രാഫിക് ഡിസൈൻസിലും എല്ലാം അവർ പ്രാവീണ്യം തെളിയിച്ചിട്ടുമുണ്ട്. ഏറെ തിരക്കുകൾക്കിടയിലും ഓടിയെത്തി ഇവിടുത്തെ MESൻ്റെ യുവത്വത്തോട് സംസാരിക്കാൻ തയ്യാറായ റത്തീനയ്ക്ക് ഈ കോളേജിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഒരുപാട് നന്ദിയും ഒരു ഹൃദയം നിറഞ്ഞ സ്വാഗതവും നേരുന്നു. മലയാള സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം, അതാണല്ലോ നമ്മുടെ ടോപ്പിക്. തെളിയിച്ചു പറഞ്ഞാൽ സ്ത്രീകളുടെ ആന്തരിക ലോകങ്ങൾ യഥാതഥമായി ഉത്തരവാദിത്വത്തോടെ മലയാള സിനിമ എങ്ങനെ ചിത്രീകരിക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമുക്കറിയാം, ലോകത്തിനൊട്ടാകെ മാതൃകയായാണ് നമ്മുടെ സംസ്ഥാനത്തെ നമ്മൾ ഉയർത്തിക്കാട്ടാറുള്ളത്. കേരളം നമ്പർ 1, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, കേരള മോഡേണിറ്റി എന്നിങ്ങനെയൊക്കെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട്, അല്ലേ? അതിൽ തെറ്റുമില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 100% സാക്ഷരത, സാമ്പത്തിക വളർച്ച, ആരോഗ്യരംഗത്തെ കുതിപ്പ്, പിന്നെ ആശ്വാസകരമായ ജനന മരണ നിരക്ക്, ലിംഗാനുപാതം, ഇതൊക്കെ നമുക്കുണ്ട്, സത്യം തന്നെയാണ്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും സാമൂഹികമായും സ്ത്രീ ശാക്തീകരണവും നമ്മുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ തന്നെയാണ്. പക്ഷേ മറുവശത്ത് സ്ത്രീകളുടെ ആത്മഹത്യാ നിരക്കുകൾ, ഗാർഹിക പീഡനങ്ങൾ, സ്ത്രീധന മരണങ്ങൾ, ലിംഗാധിഷ്ഠിതമായ അതിക്രമങ്ങൾ, സ്ത്രീകളുടെ മാനസികാരോഗ്യ കണക്കുകൾ, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ആശാവഹമായ ഒരു ചിത്രത്തിലേക്കല്ല. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും സ്ത്രീകൾ
ഏറെ മുന്നേറുകയാണെങ്കിലും ചില റോളുകളുണ്ട്. ഭാര്യ, അമ്മ, മകൾ, പെണ്ണ്. ഈ നിലകളിലൊക്കെ സമൂഹം അനുശാസിക്കുന്ന നിയമത്തിന് പുറത്തു നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇപ്പോഴും സാമൂഹിക അംഗീകാരം ഇല്ല എന്ന് തന്നെ പറയാം. എത്രമാത്രം ഔദ്യോഗികമായ ഒരു ഉന്നത നിലയിൽ എത്തിയതാണെങ്കിലും സമൂഹം അംഗീകരിക്കണമെങ്കിൽ നല്ല ഭാര്യയായിരിക്കണം, നല്ല മകളായിരിക്കണം, നല്ല പെണ്ണായിരിക്കണം. നമ്മൾ ഏറെ കൊട്ടിഘോഷിച്ച സ്ത്രീപക്ഷ സിനിമയെന്ന് സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമയാണ് ഹൗ ഓൾഡ് ആർ യു. ആ സിനിമ ഒളിച്ചു കടത്തുന്നത് ഈ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയും അതിൻ്റെ ഒരു സ്റ്റീരിയോടിപ്പിങ്ങും തന്നെയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. സ്ത്രീയുടെ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യവും സോഷ്യൽ മൊബിലിറ്റിയും ഇന്നും പലപ്പോഴും പലയിടത്തും മറ്റുള്ളവരുടെ കയ്യിലാണ്. ഫെമിനിസം ആക്ഷേപകരമായി മാറുകയാണ്. ഫെമിനിസ്റ്റ് എന്ന് സ്വയം അംഗീകരിക്കാൻ പെൺകുട്ടികളോ സ്ത്രീകളോ പോലും ഇപ്പോഴും തയ്യാറാവുന്നില്ല. പിന്നെ ഭദ്രമായ ഒരു കുടുംബ വ്യവസ്ഥിതിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വാക്കു തന്നെയായി മാറി ഫെമിനിസം. ഫെമിനിറ്റി, പിന്നെ കുലസ്ത്രീ, ഇങ്ങനെ ദ്വന്ദ്വങ്ങൾ പ്രഖ്യാപിച്ച് സ്ത്രീ പ്രസ്ഥാനത്തിന് നേരെ ഏറെ തിരിച്ചടികൾ ഏൽപ്പിക്കുന്ന ഒരു കാലത്ത് സിനിമയിൽ സ്ത്രീയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, സ്ത്രീയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? റത്തീന അത് നമ്മളോട് സംസാരിക്കുമെന്ന് കരുതുന്നു. കാരണം പാതിരാത്രി അങ്ങനെ ഒരു നല്ല പ്രതീക്ഷ തന്ന സിനിമയാണ്. ഇവരുടെ ടോപ്പിക്ക് പറയുകയാണെങ്കിൽ ഉത്തരവാദിത്വപരമായി യഥാർത്ഥമായി സ്ത്രീ മനസ്സിൻ്റെ ആവിഷ്കാരം ആ സിനിമയിലുണ്ട്. ആ സിനിമയെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു ഇമോഷണൽ ഓവർവെൽമിംഗ് ഉണ്ട്. അത് ഞാൻ ആദ്യം ഷെയർ ചെയ്തുകൊണ്ട് ഈ ടോപ്പിക്കിലോട്ട് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ 2001 കാലത്തിൽ ഈ പരിസരത്ത് ഇതേ എന്താ പറയുക, കുറച്ച് സാഹിത്യപരമായി പറഞ്ഞാൽ ഇതേ വായു ശ്വസിച്ച് ഇതേ കാറ്റ് കൊണ്ട് ഇവിടെ ഈ മുറ്റത്ത് വളർന്ന ഒരാളാണ് ഞാൻ. ഇവിടെയാണ് സ്കൂൾ പഠിച്ചത്. എൻ്റെ സ്കൂളിൻ്റെ ഹോസ്റ്റലിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന സ്ഥലം എൻ്റെ 11th സ്റ്റാൻഡേർഡിലെ ഡോമറ്ററി ആയിരുന്നു. അപ്പോൾ എത്രത്തോളം എനിക്ക് ഇമോഷണലി ഈ ഒരു സ്പേസ് എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നു. അപ്പോൾ അതിന് ഇങ്ങനൊരു അവസരം കിട്ടി. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഇവിടേക്കാണ് എന്നെ കൊണ്ടുവരുന്നതെന്നും ഞാൻ അറിയില്ല. MES കോളേജ് അത്രയും എനിക്ക് അറിയില്ലായിരുന്നു. വന്ന് കയറി വന്നപ്പോൾ ഞാൻ എൻ്റെ ഡോമറ്ററിയിലോട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പിറകിലൊന്നും ഇങ്ങനെയല്ല, ഇതൊന്നും ഇങ്ങനെയല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്നാലും അതേ ഒരു സ്പേസിൽ വന്ന് നിൽക്കുമ്പോഴുള്ള സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഇപ്പോൾ പാതിരാത്രിയെ സംബന്ധിച്ചിടത്തോളം പാതിരാത്രിയെ കഴിഞ്ഞ ഒക്ടോബറിലാണ് റിലീസായത്. 2-3 ആഴ്ച തിയേറ്ററിൽ പോയിരുന്നു. പക്ഷേ അതൊരു വലിയ കമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നില്ല. പക്ഷേ എനിക്ക് വളരെ മാനസികമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ് പാതിരാത്രി. അത് എത്രത്തേക്ക് ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്ത്രീപക്ഷ സിനിമ പറയുക എന്നത് ഒരിക്കലും ഇപ്പം ഇവിടെ സംസാരിക്കുന്ന പലതും എൻ്റെ പേഴ്സണൽ വ്യൂ ആയിരിക്കാം. അത് ചിലപ്പോൾ മറ്റൊരു തരത്തിൽ ഒരു ഡിബേറ്റഡ് വേർഷൻ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും അത് ചൂസ് ചെയ്യുന്നതല്ല, അത് സംഭവിക്കുന്നതാണ്. കാരണം അതാണ് ഇതിൽ പറയുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നിടത്ത് വരുന്നത്. നമ്മൾ അറിയാതെ നമുക്കുള്ളിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ക്ലാരിറ്റി ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് തിരിച്ചറിയുക എന്ന റെസ്പോൺസിബിലിറ്റി ഞാൻ എൻ്റെ ഉള്ളിലെ സ്ത്രീയാണ് അത് തിരഞ്ഞെടുക്കുന്നത്. അത് ഒരുപക്ഷെ ഞാൻ ആൾക്കാർ പറയായിരിക്കും അങ്ങനെ ചൂസ് ചെയ്യുന്നതല്ല, അത് സംഭവിച്ചു പോകുന്നതാണ്. കാരണം ഞാൻ ഒരിക്കലും ഒരു സ്ത്രീപക്ഷ സിനിമ എടുത്തു കളയാം, അതിൽ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞു കളയാം, അങ്ങനെ പറയുന്നതല്ല. അത് വരുമ്പോൾ അല്ലെങ്കിൽ അത് ഈ ഞാൻ ചെയ്ത 2 സിനിമകളും എഴുത്തുകാരൻ പുരുഷന്മാരാണ്. അവർ എഴുതി എൻ്റെ കയ്യിലോട്ട് വരുമ്പോൾ അതിൽ എനിക്ക് ഇങ്ങനെയല്ല, ഒരു സ്ത്രീ ഇങ്ങനെയായിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത് എന്ന് തോന്നുന്നിടത്താണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അതാണ്. അല്ലാതെ നമുക്ക് ആർക്കും അങ്ങനെ ഒരു ദിവസം വന്ന് സിനിമ എടുത്ത് ഇവിടെ അങ്ങ്
മൊത്തത്തിൽ ഇപ്പൊ ഞാൻ ടോപ്പിക്കിലോട്ട് പോവാണ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ. അങ്ങനെ ഉണ്ടാക്കേണ്ടതല്ല ഈ ഒരു കാര്യം. അപ്പം നമ്മൾ പഴയ കാലമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പണ്ട്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് നമ്മൾ പറയുന്ന, നമ്മളിപ്പോൾ കളിയാക്കി കളിക്കുന്ന ആ കാലത്ത് അന്നത്തെ നായകന്മാരെക്കാളേറെ ശമ്പളം വാങ്ങിച്ചിരുന്നത് അന്നത്തെ നായികമാരാണ്. ഷീല, ശാരദ പോലത്തെ ആൾക്കാർ. അന്ന് ടൈറ്റിൽ, അതായത് ഉമ്മാച്ചു അങ്ങനെയൊക്കെയുള്ള പേരുകൾ, കള്ളിച്ചെല്ലമ്മ എന്നൊക്കെ പറഞ്ഞ ടൈറ്റുകളിൽ സിനിമകൾ ഇറങ്ങിയിരുന്നു. ഇന്ന് ആ സിനിമകളിൽ നസീറും സത്യനും ഒക്കെ അഭിനയിച്ചിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ടൈറ്റിലിട്ട് ഞാനൊരു നായകനെ കാണാൻ ചെന്നാൽ അത് നടക്കുമോ? നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മൾ എങ്ങോട്ടാ പോയെ? അവിടെയാണ് നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല മലയാള സിനിമ എന്തോ ചെയ്തു വെച്ചു ഇപ്പം നമ്മളത് ഉദ്ധരിച്ചു എന്ന്. ഇല്ല, നമ്മുടെ ഇടക്കാലത്ത് എവിടെയോ ആണ് സ്ത്രീ വിരുദ്ധരായി മാറിയത്. സ്ത്രീ വിരുദ്ധത എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാണാതായിപ്പോയത്. എന്താണ് അവർക്ക് പറയാനുള്ളത്, അവർക്ക് എന്താണ് സംസാരിക്കാനുള്ളത്, എന്താണ് സ്ത്രീകൾ എന്നുള്ളത് നമ്മൾ, അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മറന്നുപോയി. ആ സിനിമ ഒരു കാലഘട്ടം കഴിഞ്ഞ് വന്ന സിനിമകളിൽ നായകൻ്റെ ഒരു എൻ്റർടൈൻ ചെയ്യാനുള്ള, അയാൾക്ക് അയാളുടെ ജീവിത കഥകൾ പറയുന്നിടത്ത് വന്നു പോകുന്ന അയാളുടെ ഒരു സന്തോഷ സ്പേസ്, അതിനുള്ള ഒരു കഥ മൊത്തം പറയുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു ട്രാക്ക്, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ലെയർ, ഒരു ട്രാക്ക് എന്നൊക്കെ പറയും സിനിമ ഭാഷയിലാണ്. അത് മാത്രമായിപ്പോയി സ്ത്രീ കഥാപാത്രങ്ങൾ. ആരും കുറ്റം എന്നൊന്നും പറയുന്നില്ല. അന്ന് സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന, സിനിമ എഴുതിയിരുന്ന ആളുകൾക്ക് അത് ആ ഓരോ കാലഘട്ടത്തിൻ്റെയും ചിന്തകൾ ഉണ്ടാവില്ലേ, അത് അങ്ങനെ വരും. പഴയ സിനിമകൾ ചില സിനിമകളുണ്ടാവും, അതിനകത്ത് ഈ കാർ ഓടിക്കുന്ന, പുറത്ത് പഠിച്ചു വരുന്ന കുറച്ച് മോഡേൺ ഡ്രസ് ഇട്ട പെൺകുട്ടികളൊക്കെ വില്ലന്മാരായിരുന്നു. ആ നായകൻ ഒരൊറ്റയടിയും കൊടുക്കും. പിറ്റത്തെ സീനിൽ നമ്മൾ കാണാൻ സാരി എടുത്ത് ചേട്ടാന്ന് പറഞ്ഞു വരുന്നത്. എന്താ കുഴപ്പം? പുറത്ത് പഠിച്ചാൽ എന്താണ്? ചോദ്യം ചെയ്താൽ കുഴപ്പം? എന്താണ് കാർ ഓടിച്ചാൽ കുഴപ്പം? പഴയ സിനിമകൾ എടുത്ത് നോക്കൂ, ഭയങ്കര കോമഡി. അത് എന്തിനാണ് അങ്ങനെ? അത് നദിയാമോദ കാലഘട്ടത്തിൽ അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ആ ഒരു എറ. ഞാൻ അവരുടെ മാത്രം പ്രത്യേക എടുത്തു കറിയല്ല, ആ ഒരു എറയിൽ അങ്ങനെയായിരുന്നു. കാരണം അവർ മിടുക്കിയായ ഒരു സ്ത്രീ ആയിരുന്നു. അവരെ മിടുക്ക് പ്രശ്നമായി മാറുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്താണ് നായകനെ ചോദ്യം ചെയ്താൽ കുഴപ്പം? അങ്ങനെ ചിന്തിച്ച് നമ്മൾ കുറച്ചു കാലം കൊണ്ട് ഈ പ്രണയത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഭാഗമായി സ്ത്രീ കഥാപാത്രങ്ങൾ 90s പറയുകയാണെങ്കിൽ കൂടുതലും അത് ഇവൻ നമ്മൾ എടുത്തു നോക്കുമ്പോഴും നമ്മുടെ സിനിമ കുറച്ച് പുറകോട്ട് പോയ കാലഘട്ടമായിരുന്നു അത്. വീണ്ടും നമ്മൾ അതിൽ ഏറ്റവും മാറ്റി നിർത്തപ്പെടേണ്ട ആളാണ് KG ജോർജ്. KG ജോർജിന്റെ സിനിമകൾ നിങ്ങൾ കാണാറില്ലെങ്കിൽ കാണണം. ആ കാലഘട്ടത്തിൽ അന്ന് എന്താണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ നമ്മൾ ചോദിക്കും, ഓ എല്ലാം അനുസരിക്കുന്ന, ഐ മീൻ അവരുടെ കഷ്ടപ്പാടും ദുരിതവും ഈ പറയുന്ന ഫെമിനിസം പറയാനുള്ളത് മാത്രമല്ല സ്ത്രീകൾമാർ ഭിന്നന്മാരുണ്ട്. സ്ത്രീകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സ്ത്രീകൾ എല്ലാവരും ഭയങ്കര പെർഫെക്റ്റ് ആണോ? അല്ല. അവര് പെർഫെക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണോ അവരുടെ ഒരു ഇമോഷണൽ അത് എല്ലാം വരണം സിനിമയിൽ. അവര് വില്ലത്തരം കാണിക്കുന്നെങ്കിൽ വില്ലത്തരം, അല്ലെങ്കിൽ അവര് വളരെ എല്ലാ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച്, അല്ലെങ്കിൽ ഒരു ഭയങ്കര എന്തോ വലിയ ത്യാഗം ചെയ്യുന്ന സ്ത്രീകൾ, അതല്ല നമുക്ക് ആവശ്യം എന്നതാണ് എൻ്റെ പേഴ്സണൽ എല്ലാം സ്ത്രീകൾക്ക് എല്ലാം പറയാൻ പറ്റുന്ന സിനിമകളുണ്ടാവണം. അത് KG ജോർജ് വളരെ മനോഹരമായിട്ട് നമുക്ക് ഒരുപാട് സിനിമകളിലൂടെ, അദ്ദേഹത്തിന്റെ സിനിമകളുടെ സ്ത്രീ കഥാപാത്രങ്ങൾ ഗംഭീരമാണ്. ആ കാലഘട്ടത്തിൽ അത്രയും ഗംഭീരമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? നമ്മളാണ് സിനിമയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോ കാലഘട്ടത്തിലും നമ്മുടെ മുന്നോട്ട് തുറന്നു വെച്ചിട്ടുണ്ട് ഇതാണ് സ്ത്രീ എന്ന്. പക്ഷെ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവാണ്. ആ കാഴ്ചയിൽ നിന്ന് വീണ്ടും പുതിയ ജനറേഷൻ, പുതിയ സിനിമകളുമായി, ഇപ്പോൾ ഫെമിനിറ്റി ഫാത്തിമയൊക്കെ നിങ്ങൾ കണ്ടു കാണുള്ളൂ. കണ്ടപ്പോൾ നമുക്ക് എന്ത് തോന്നി? രസമില്ലേ? അങ്ങനെയാണെന്ന് തോന്നി. നമുക്ക് ഇതാണ് എന്ന് നമുക്ക് തോന്നിയാൽ അതാണ്, ഇത് എന്നെയാണ് കാണാൻ പറ്റുന്നത്, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് സ്ത്രീകളെ കാണുമ്പോൾ മറ്റൊരു സ്ത്രീക്ക് തോന്നുന്നിടത്താണ് അതിൻ്റെ റിയലിസം. അതാണ് അതിൻ്റെ റിയലിസം.
അല്ല ഞാൻ വിചാരിക്കുന്ന എന്റെ കോൺസെപ്റ്റിലുള്ള സ്ത്രീയെ കാണിക്കരുത്. ഇത് കാണുന്ന നിങ്ങൾക്ക് ഞാനാണത്, അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരുന്നു, അല്ലെ എന്റെ ചിന്തയും ഇതുപോലെയാണ് എന്ന് എന്റെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ അത് റിയലിസവുമാണ്. ഈ റിയലിസവും ഈ റെസ്പോൺസിബിലിറ്റിയുമാണ് പാതിരാത്രി കുറച്ച് നന്നായി വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നോട് പലരും എനിക്ക് ഒരുപാട് മെസ്സേജസ് ഞാൻ കുറച്ചെണ്ണം മാമിന് കാണിച്ചു കൊടുത്തു. എനിക്ക് വന്ന മെസ്സേജുകൾ അതിലൊരു പുരുഷൻ എഴുതി, എനിക്ക് കുറേ പുരുഷന്മാർ എഴുതി അയച്ചിട്ടുണ്ട്. അതിലൊരാളെന്നെ പറഞ്ഞു, അതിലൊരു സീനുണ്ട്, നവ്യ നായർ ഒരു വളരെ വിഷമമുള്ളൊരു കാര്യം പറയാൻ സൗബിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, അധികം വരും പറയുന്നുണ്ട്, ഒന്നുമില്ല, അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ഈ പുള്ളി ഒരാൾ കോൺസ്റ്റബിളും ഒരാൾ SI ആണ്. നവ്യാണ് SI, പെണ്ണാണ് SI, മറ്റേ ആൾ കോൺസ്റ്റബിൾ. അപ്പോൾ അവർ തമ്മിൽ അപ്പം പ്രൊഫഷണലി വളരെ അന്തരമുണ്ട്. അപ്പോൾ ഇയാൾ ചോദിക്കുക അവളോട്, സാർ ഓക്കെ അല്ലേ? ഒരാൾ വളരെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പിടുത്തം പോകും. അന്നേരം നമ്മൾ SIയും പോലീസും ഒന്നും മറക്കും. ആ ഒരു സിറ്റുവേഷൻ ആ സിനിമയിലുണ്ട്. അപ്പോൾ അത് കണ്ട് ഒരുപാട് പേര്, എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചു പറഞ്ഞത് പുരുഷന്മാരാണ്, അത് കണ്ടപ്പോൾ ഭയങ്കര ഫീൽ ചെയ്തു എന്ന്. അപ്പം ഞാൻ ഹാപ്പിയാണ്. ഇനി ആ സിനിമ നിങ്ങൾക്ക് എനിക്ക് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആണോ അതെന്തോ ആണെന്നുള്ള എനിക്കറിയില്ല. അതിൽ ആൻ അഗസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായി. എന്ന് പറഞ്ഞ് ഒരാൾ അയച്ചാൽ മതി എനിക്ക്, അതെൻ്റെ റെസ്പോൺസിബിലിറ്റി. അതാണ് ഞാൻ കൊടുത്ത റിയലിസം പാതിരാത്രിയിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മത്തിൽ പിടിച്ചു തന്നെയാണ് റത്തിന സംസാരിച്ചു തുടങ്ങിയത്. പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം പെർട്ടിനൻ്റാണ്. കാരണം ഇടയ്ക്കെവിടെയോ വെച്ചാണ് നമ്മൾ സ്ത്രീ അല്ലാതായോ അല്ലെങ്കിൽ പുരുഷൻ്റെ ഗെയ്സിന് ഒരു ഒബ്ജക്റ്റായി മാറുന്ന വസ്തുവായി നമ്മൾ കണ്ടു തുടങ്ങിയത്. KG ജോർജിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിൽ ഒരുപാട് പഴയ നല്ല സിനിമകൾ കൊണ്ടുവന്നു. ശ്രീവിദ്യയും പിന്നെ നമ്മുടെ സുഹാസിനിയും ഒക്കെ ആയിട്ട് ആലീസിൻ്റെ അന്വേഷണം, അതുപോലത്തെ ഒരുപാട് സിനിമകൾ. അപ്പം ഇടയ്ക്ക് എവിടെയോ വെച്ച് ഈ സംസ്കാരം മലയാളി മറന്നു. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, ആ ശ്രമം വിജയിച്ചു എന്ന് തന്നെ പാതിരാത്രിയെ സംബന്ധിച്ചും ഫെമിനിച്ചി ഫാത്തിമ എന്ന് തുടങ്ങി പുതിയ കുറേ സിനിമകളെ കുറിച്ചും നമുക്ക് പറയാം. എങ്കിൽ പോലും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കുറേ സിനിമകൾ അങ്ങനെ വരും. അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു പുരുഷന്റെ വീക്ഷണകോണിൽ നിന്ന് തന്നെ എടുക്കുന്ന, ഇപ്പൊ കാതൽ എന്ന സിനിമയാണെങ്കിൽ പോലും അത് ആ കഥാപാത്രത്തിനോടൊപ്പം ഇമ്പോർട്ടന്റ് ആണ് ആ സ്ത്രീയുടെ കഥാപാത്രം. അത് വളരെ റിയലിസ്റ്റിക് ആണ്. അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ജെൻഡർ ഇസ് എ സ്പെക്ട്രം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ളൊരു സിനിമ. പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ ഓം ശാന്തി ഓശാന പോലെ പുരുഷൻ എത്രമാത്രം വിദ്യാഭ്യാസപരമായി മുന്നേറിയാലും ഒരു പുരുഷൻ്റെ പിന്നാലെ പോയി അവനെ സ്വന്തമാക്കുക എന്നുള്ള ഒരു റത്തിനയുടെ പാതിരാത്രിയിൽ തന്നെ പറയുന്നുണ്ട്. ഫാമിലി എന്നത് ഒരു പൊസഷൻ എന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ പലവിധ ചോദ്യങ്ങളാണ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പാതിരാത്രി എന്ന സിനിമ ഉന്നയിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ക്രൈം ത്രില്ലറായിട്ടാണ് ഡിസൈൻ ചെയ്യപ്പെട്ടതെങ്കിലും സൈക്കോളജിക്കലി ഡീപ്പായിട്ടുള്ള ഓരോ ക്യാരക്ടറിനെയും ദീർഘമായി പഠിച്ച് നമ്മുടെ മുന്നിൽ ഒരു ഡിസെക്റ്റ് ചെയ്ത് വെച്ച പോലെ തന്നെ മനസ്സിലാവും. ഒരു സ്പോയിലർ ആയതുകൊണ്ട് എത്ര പേരത് കണ്ടിട്ടുണ്ട്? കുറവായിരിക്കും. അപ്പം പകുതി പേരും കാണാത്തത് കൊണ്ട് ഒരു സ്പോയിലർ അലേർട്ട് എന്ന നിലയിൽ ഞാനത് പറയുന്നില്ല. എങ്കിൽ പോലും അതിൽ ഭാര്യയുടെ കഥാപാത്രം അഭിനയിക്കുന്ന ആൻ അഗസ്റ്റ്, അവരെ സാധാരണ സിനിമകളിൽ പ്രത്യേകിച്ച് ഒരു ക്രൈം ത്രില്ലറിൻ്റെ ഫോക്കസിൽ അവർ വരാത്തിടത്തോളം കാലം അവരെ മാറ്റി നിർത്തിയാൽ പോലും റത്തീനയെയോ ആ ടീം സിനിമയുടെ ക്രൂവിനെ ആരും കുറ്റം പറയില്ല. പക്ഷേ എനിക്ക് അതിൽ വളരെ സ്പഷ്ടമായിട്ടും വളരെയധികം ബഹുമാനത്തോടെ ഞാൻ കണ്ടതുമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആ ക്യാരക്ടറിൻ്റെ ആന്തരിക തലത്തിലുള്ള കോൺഫ്ലിക്ട്സ്, ഒരു സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ല ഒരു മനുഷ്യ അവസ്ഥയുടെ
നിലയിൽ വെച്ചുകൊണ്ടുകൂടി റത്തീന അത് വളരെ ശ്രദ്ധാപൂർവം ആ ക്യാരക്ടറിലേക്ക് ക്യാമറ നുഴഞ്ഞു കയറിയും അത് നമ്മളിൽ ഉണ്ടാക്കിയ ക്ലൈമാക്സോട് അടുക്കുമ്പോഴെത്തുന്നുള്ള ഓഡിയൻസിൻ്റെ ഒരു ഷോക്കിംഗ് റെവലേഷൻ ഉണ്ടല്ലോ, അതും വളരെ ഭംഗിയായിട്ട് അതിൽ ചെയ്തു. അതുകൊണ്ട് തന്നെ പാതിരാത്രി ഒരു ക്രൈം ത്രില്ലർ എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് മനുഷ്യാവസ്ഥയുടെ വിവിധ വശങ്ങളെ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു ആഗോള തലത്തിൽ തന്നെ പ്രാധാന്യമുള്ളൊരു സിനിമയായി നമ്മൾ കാണണം. അപ്പോൾ കുട്ടികൾ എന്ത് തന്നെയായാലും ആ സിനിമ ഒന്ന് കാണേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം പുഴുവിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പാതിരാത്രിയും അതുപോലെ തന്നെ മലയാളത്തിലെ ക്രൈം ത്രില്ലറായിട്ടും നമ്മൾ സംസാരിക്കേണ്ട, പ്രത്യേകിച്ച് ഒരു സ്ത്രീ സംവിധായകയുടെ വീക്ഷണകോണിൽ നിന്നെടുത്ത ക്രൈം ത്രില്ലർ സിനിമ ഒരു പുരുഷാധിപത്യ മേഖലയാണ് അല്ലേ, പ്രത്യേകിച്ചൊരു ക്രൈം ത്രില്ലർ. അപ്പോൾ പാതിരാത്രി വരെ ഏകദേശം 15-ലധികം വർഷങ്ങളായി ഈ പുരുഷ കേന്ദ്രീകൃത സ്പേസിൽ റത്തീന നിൽക്കുന്നു. പാതിരാത്രി വരെ എത്തിയ ആ വഴി, ആ യാത്ര ഒന്ന് പറയാമോ? ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പോകുമ്പോൾ എൻ്റെ മോനന്ന് 1.5 വയസ്സാണ്. ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടിയായതിനു ശേഷമാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകുന്നത്. ആ സമയത്ത് ഒരു 10-16 വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്തൊന്നും അധികം സ്ത്രീകളില്ല സെറ്റിൽ. ഒരു സെറ്റിൽ ഒരു 80 മുതൽ 120 പേര് വരെയാണ് ഒരു സെറ്റിലുണ്ടാവുക, വർക്ക് ചെയ്യുന്നവരുണ്ടാവുക. ലൈറ്റ് മാൻ തൊട്ട് അതിലുള്ള എല്ലാ മൊത്തം ക്രൂ വെച്ച് ആ 120 പേരിൽ ആ കാലഘട്ടത്തിൽ അഭിനയിക്കുന്നവർ അവരെ കൂടെ വരുന്ന ഫാമിലി മെമ്പേഴ്സ് അല്ലാതെ വരുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരേ ഒരാളാണ്. അത് ഹെയർ ഡ്രസ്സർ. അതായത് സ്ത്രീകൾക്ക് മുടി കെട്ടി കൊടുക്കാനും അവരുടെ ഉടുപ്പിടുമ്പോൾ ചിലപ്പം അവരുടെ പുറകിലെ ഹുക്ക് ഇട്ട് കൊടുക്കാനോ സിപ്പ് വെച്ച് കൊടുക്കാനോ മാത്രം, അതിന് വേണ്ടി മാത്രം. കാരണം ഹെയർ ഡ്രസ്സർ ആണുങ്ങളുണ്ട്. ഈ ഒരു സ്പേസിൽ അല്ലെങ്കിൽ അവർ തുണി മാറ്റുമ്പോൾ അവിടെ അന്ന് കയറണമെന്ന് അധികം ഇല്ലല്ലോ. അപ്പം ആ കാലഘട്ടത്തിൽ ഒരാളിരിക്കട്ടെ എന്ന് വെക്കുന്ന ഒരു കഥാപാത്രമല്ലാതെ അധികം സ്ത്രീകളില്ല. ആ സമയത്താണ് ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പോലൊന്നല്ല അവസ്ഥകൾ. അപ്പം നമ്മൾ പലരെയും സമീപിക്കുമ്പോഴും നമ്മൾ പോയി കഴിയുമ്പോൾ എന്നെ ഒരുപാട് സിനിമകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ റൂം ഷെയറിങ് കിട്ടത്തില്ല. അതായത് അന്ന് അസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശമ്പളം ഇന്നും ഇല്ല, ശമ്പളമൊന്നും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്. നമ്മൾ എന്താ പറയുക, മറ്റേ കുട്ടികളുടെ ഞങ്ങളെ ഗവൺമെൻറ് നമ്മൾ പട്ടിപ്പണി എന്ന് പറയാം, അതാണ് പറയുന്നത്. നല്ല ഭാഷയിൽ പറഞ്ഞ് പണിയെടുത്ത് നമ്മളെങ്ങ് കിഴിഞ്ഞെടുക്കും. പക്ഷെ 5 പൈസ ശമ്പളം ഉണ്ടാവില്ല. ഫുഡ് തരും, താമസവും തരും, പോകാൻ വരാനുള്ള വണ്ടിക്കൂലിയും തരും. ഇത്രയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. ഒരു സിനിമയുടെ ഒരു മിനിമം കാലാവധി എന്ന് പറയുന്നത് ഒരു 8 മാസം മുതൽ 1.5 വർഷം വരെയാണ് അതിൻ്റെ പ്രോസസ്സ്. ഒരു കുട്ടിയെ പ്രസവിച്ച് ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പോലെയുള്ള ഒരു കാലയളവാണ്. ഇത്രയും നാൾ നമ്മൾ പണിയെടുക്കുക, ഒരു ശമ്പളവും ഇല്ല, ഒന്നുമില്ല, ഒരു അരക്ഷിതാവസ്ഥയാണ്. ആ അരക്ഷിതാവസ്ഥയിലോട്ട് പുരുഷന്മാർ തന്നെ അതിഭീകരമായ മാനസിക സംഘർഷങ്ങൾ കൂടെയാണ് ഈ അരക്ഷിതാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത്. അവിടേക്ക് സ്ത്രീകൾ അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കണം മടിച്ചു നിന്നത്. ആ സ്പേസിലോട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളില്ലായിരുന്നു, എനിക്ക് ജോലിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ട് പലരെയും ചെന്നതാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഒരു മുറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ മുറിയുടെ വാടക വേണം. അപ്പം അതൊരു ചിലവാണ്, അധിക ചിലവ്. അങ്ങനെ ഒരു സ്ത്രീനെ ഉദ്ധരിക്കേണ്ട കാര്യം അവർക്കില്ലല്ലോ. എന്തിനാണ് ഇപ്പോൾ ഒരു സ്ത്രീ ഡയറക്ടർ വന്നാൽ അവർക്കൊരു മുറി കൊടുക്കണം. ആ മുറിയുടെ ലാഭം പ്രൊഡ്യൂസർക്ക് കിട്ടും. ആ മുറിയുടെ ചിലവ് അധിക ചിലവാണ്. എന്തിനാണ്? പിന്നെ ഇവർ രാത്രി അങ്ങ് എടുക്കണം. സിനിമ എന്ന് പറഞ്ഞാൽ ഇതിന് സമയമില്ല, കാലമില്ല, കാലാവസ്ഥയില്ല, ഒന്നുമില്ല. നമ്മൾ 24 മണിക്കൂർ പണിയെടുത്തുകൊണ്ട് ഉറക്കം എന്ന് പറഞ്ഞ സാധനം സിനിമക്കാർക്കില്ല, ഉറങ്ങാൻ പറ്റില്ല. അതായത് ഒരു സിനിമ ഷൂട്ട് നടക്കുമ്പം നമ്മൾ റൂമിലെത്തുമ്പം 9:30ക്കാണ് പാക്കപ്പ് ആവുക. 9:30 റൂമിലെത്തിക്കഴിഞ്ഞാൽ 10:30, 10:45, 9:30 പോയി 10:45 ആകുമ്പോഴത്തേനും നമ്മളൊക്കെ എത്തും. ലൈറ്റ് മാൻമാർ മൊത്തം ലൈറ്റൊക്കെ കഴിച്ച് അവരെത്തുമ്പോൾ 3 മണിക്കൂർ പിന്നെ എടുക്കും. അടുത്ത കോൾ ഷീറ്റ് 5 മണിക്കാണ്. 6 മണിക്ക് സെറ്റിലെത്തണം. ഇറങ്ങുമ്പോഴേക്കും 11 മണിയാവും. അപ്പോൾ ഈ
കൊണ്ടുവച്ച ഫുഡ് ചിലപ്പോൾ ചീത്തയാവും, മണക്കും. പക്ഷെ എന്ത് തന്നെയാലും അത് തിന്ന്. ഭയങ്കര ലക്ഷറിയൊന്നും അല്ല, ലക്ഷറി ഉണ്ട് പിന്നൊരു ഭാഗത്ത്. പക്ഷേ അപ്പം ഇതൊക്കെയും ചെയ്ത് ഇവിടെ നിൽക്കണോ എന്നതാണ് ഒരു സ്ത്രീ വരുമ്പോഴുള്ള ആദ്യത്തെ ചോദ്യം. അപ്പം രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ ഷൂട്ട് ഉണ്ടാവും. നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം 6 to 6 എന്ന് പറയും. വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 6 മണി വരെ. അത് നമ്മൾ കാട്ടിലോ ബാത്റൂം ഉണ്ടാവില്ല. ബാത്റൂം എന്ന സാധനം ഇപ്പോഴും സ്ത്രീകൾക്ക് സിനിമയിൽ പറഞ്ഞിട്ടില്ല, അതൊരു അധിക ചെലവാണ്. അപ്പോൾ അങ്ങനത്തെ കാലഘട്ടത്തിൽ ഒരു കാരവൻ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി ഞാൻ നടക്കുമ്പോൾ ആരും എടുക്കുന്നില്ല. കാരണം എൻ്റെ സേഫ്റ്റി, എൻ്റെ ചെലവ്. അപ്പം എന്താ ഇനി അടുത്തത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വല്ല പ്രൊഡ്യൂസർമാരും പരിചയമുണ്ടെങ്കിൽ, വല്ല ഡയറക്ടറും നമ്മളെ പരിചയക്കാരാണെങ്കിൽ മാത്രം നമുക്ക് വല്ല അവസരവും തരും. എൻ്റെ പരിചയത്തിൽ ആരുമില്ല. ഞാനിത് ഈ MES പഠിച്ച് ഈ കോഴിക്കോട് നിന്ന് പോയ ആളാണ്. എനിക്ക് ആരെ അറിയില്ല. അന്ന് MES വിളിച്ചാൽ അപ്പം ഞാൻ വന്ന പോലെ വരുന്നത് എന്നും സുധീഷും മാമുക്കയാണ്. എല്ലാവരും അടിക്കും, അന്വേഷിക്കും. കാരണം ഇവിടെ അടുത്തവരാണ്, അവരെ വിളിക്കും. പിന്നെ PK ഗോപി, കവി, ഇദ്ദേഹം. ഈ മൂന്നിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് സിനിമാക്കാരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനെങ്ങനെ പോകും? അപ്പം എനിക്ക് സിനിമ ചെയ്യണം. അപ്പം ഞാൻ പലരെയും പോയി കണ്ട് അവസരം തരാമോ ചോദിച്ചു. അങ്ങനെ PV ഗംഗാധരൻ സാറിൻ്റെ ഞങ്ങൾക്ക് വളരെ അടുത്ത ഫാമിലി ഫ്രണ്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വഴിയിൽ ഞാൻ സത്യനന്ദിക്കാടിനെ അപ്പോൾ പരിചയമുണ്ട്, ജസ്റ്റ് പരിചയമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം അദ്ദേഹവും സിദ്ദീഖ് സാറൊക്കെ എനിക്ക് കുറച്ച് ദിവസം നിൽക്കാൻ സമയം തരും. അതായത് ഒരുപാട് ദിവസം ഒന്നുമില്ലെങ്കിലും നീ ഒരു 4-5 ദിവസമൊക്കെ നിന്നോ എന്ന് പറയും. അതായത് ഏതെങ്കിലും റൂം ഷെയറിങ് വന്നാൽ അങ്ങനെ. പക്ഷെ ഞാനപ്പോൾ നോ ഒന്നും പറഞ്ഞില്ല. എന്താണോ എനിക്ക് കിട്ടുന്ന അവസരം ഞാനത് ഉപയോഗപ്പെടുത്തി. പിന്നെ രേവതിയുടെ കൂടെയായിരുന്നു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ആ സിനിമ അത് ചെയ്യുമ്പോൾ എൻ്റെ മകന് 1.5 വയസ്സാണ്. ഞാൻ എൻ്റെ വണ്ടിയിൽ പോയി എൻ്റെ മകനെ നോക്കാൻ ഒരാളെ തപ്പിപ്പിടിച്ച് വെച്ച് വൈകിട്ട് ഓടിപ്പിടിച്ച് വീട്ടിൽ വന്ന് ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. ആ സിനിമ കഴിഞ്ഞ് ഞാൻ പലരെയും പോയി കണ്ടു. അപ്പം എല്ലാവരും എൻ്റെ കയ്യിലെ ഈ കുട്ടിയെ കാണും. പെണ്ണിനാണ് വലിയ പ്രശ്നം, കൂട്ടത്തിൽ കുട്ടി. ആർക്കും എന്തിനാണ് റത്തിനിക്ക് സിനിമ? റത്തിനിക്ക് വേറെ എന്തെങ്കിലും ചെയ്തൂടെ? എന്തിനാണ് ഇങ്ങനെ സിനിമയുടെ പുറകെ നടക്കുന്നത്? ഓക്കെ, തിരിച്ചു വരും, എന്തെങ്കിലും പരിപാടി തുടങ്ങാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു ജോലിക്കും പോകാമെന്ന് വിചാരിക്കും. വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഒരു പുസ്തകം വായിച്ചാൽ ഒരു സിനിമ ഉണ്ടാകും, എൻ്റെ മൈൻഡ് അപ്പം മാറും, എനിക്ക് സിനിമ ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും ഇത് തന്നെ പറയും. അങ്ങനെ ഞാൻ വീണ്ടും പിറകെ നടന്ന് ഞാൻ അപ്പം എൻ്റെ മകനും വളരുമല്ലോ, ഒരു വർഷം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ ഞാൻ 7 Arts ജോയിൻ ചെയ്തു. അവിടെ ജോലി എന്നും പറഞ്ഞിട്ട് നൈസായിട്ട് വീട്ടിൽ ജോലി എന്നും പറഞ്ഞ് ജോയിൻ ചെയ്തു. അതൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പം എൻ്റെ ധാരണ അവിടെ പോവാം, അവിടെ എന്തായാലും അവർ ചെയ്ത സിനിമകൾ, 7 Arts സിനിമകൾ അധികം പ്രിയദർശന സിനിമകളാണ്, മോഹൻലാൽ സിനിമകളാണ്. എന്തായാലും എന്തെങ്കിലും ഒരു അവസരം കിട്ടാതിരിക്കില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്ത്. അപ്പം പ്രൊഡക്ഷനിൽ വന്നപ്പോൾ എന്തായി, ഞാനാണ് റൂം ബുക്ക് ചെയ്യുന്നത്. ഞാൻ എനിക്ക് റൂം ബുക്ക് ചെയ്യും, കാരണം എനിക്ക് അവിടെ നിന്ന് പഠിക്കാം. അങ്ങനെ ഞാൻ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാതെ ഞാൻ എന്താ പറയുക, നമ്മൾ പറയില്ലേ എന്താണ്, സത്യം പറയണമെങ്കിൽ ഇവിടെ കൊച്ചുണ്ണിയൊക്കെ മറ്റേ ഇത് പഠിച്ച മാതിരി, കളരി പഠിച്ച മാതിരിയാണ് ഞാൻ പഠിച്ചത്, ഓടിച്ചിരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ പ്രൊഡക്ഷൻ്റെ പേരും പറഞ്ഞ് അതിൻ്റെ പിറകെ ചുറ്റിക്കറങ്ങി കുറച്ച് നാളൊക്കെ പോയി. ഓക്കെ, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ നല്ല അവസരങ്ങൾ ആദ്യം തന്നത് പ്രിയദർശൻ സാറാണ്. അദ്ദേഹത്തെ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ 10 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. പുള്ളി പറഞ്ഞു ഇനി 11ാമത്തെ ഒരാൾ നടക്കൂല എന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി വലിയ ക്രൂ ആണ്, എന്നെ എങ്ങനെയെങ്കിലും കയറ്റണം. അപ്പോൾ വിജയകുമാർ സാറാണ് പ്രൊഡ്യൂസർ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് പ്രൊഡക്ഷൻ. അപ്പം ഞാൻ പറഞ്ഞു ഞാനും തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടിയൊക്കെ എടുത്ത് അങ്ങനെ പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞ മാതിരി പുറപ്പെട്ടു പോയി. അങ്ങനെ ആ പടത്തിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, പ്രൊഡക്ഷൻ ചെയ്യും. ഇപ്പോൾ പ്രിയദർശൻ പറഞ്ഞു എനിക്ക് ഈ പോസ്റ്ററൊക്കെ ഒരു വേറെ പോസ്റ്റർ വേണം ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൈവക്കി, സാർ ഞാൻ പോസ്റ്റർ ഡിസൈൻ ചെയ്യും, ഞാനൊരു പോസ്റ്റർ ഡിസൈനറാണ്. ഞാൻ പോസ്റ്റർ ഡിസൈനറല്ല,
ഞാൻ ഗ്രാഫിക് ആർട്ടിസ്റ്റാണ്, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എന്തോ ഉടായിപ്പാണ്. അപ്പോൾ പുള്ളി അവരൊരു കാര്യം ചെയ്യും, ഒരെണ്ണം ഡിസൈൻ ചെയ്തിട്ട് വാങ്ങണം. അപ്പോൾ അവസരം അവിടെ വീണു. ഓക്കെ, പ്രിയൻ സാറിനെ ഇമ്പ്രസ് ചെയ്യണം. ഉടനെ പോയി ആലോചിച്ചു എങ്ങനെയാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഗ്രാഫിക് ഡിസൈൻ പോലെയല്ല പോസ്റ്റർ ഡിസൈൻ, വലിയ മെനക്കെട്ട പരിപാടിയാണ്, ഒരുപാട് ലെയേഴ്സ് വേണം, ഭയങ്കര ചന്തം വേണം കാണാൻ. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അപ്പോൾ ഏറ്റവും നല്ല പോസ്റ്റർ ചെയ്ത് സക്സസ് ആയി നിൽക്കുക, പഴശ്ശിരാജ ചെയ്തിട്ട്. ഞാൻ അവനെ വിളിച്ചു, എൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ. ഞാൻ ചോദിക്കുക, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അവൻ സക്സസ്ഫുള്ളാണ്. അപ്പോൾ അവൻ ഞാൻ ചോദിച്ചു എൻ്റെ കൂടെ ഒന്ന് വന്നിട്ട് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാമോ. അപ്പോൾ അവൻ പറഞ്ഞു ആ കുഴപ്പമില്ല വരാമെന്ന്. കാരണം മോഹൻലാലിൻ്റെ സിനിമയാണ്. അങ്ങനെ അറബി ഒട്ടോ മാധവൻ നായർ എന്ന സിനിമയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ഒരു 1-2 സാധനമൊക്കെ ഡിസൈൻ ചെയ്ത് ഇവനെ കാണിക്കും, ഇവനത് കറക്റ്റ് ചെയ്ത് തരും. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾ പോസ്റ്റർ ഡിസൈൻ ചെയ്തു. അപ്പം ഞാൻ ആ പടത്തിന് പോസ്റ്റർ ഡിസൈനായി പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തു. ഞാൻ അവിടുത്തെ സകല ഇതെല്ലാം നഴഞ്ഞു കയറി എല്ലാവരെയും പരിചയപ്പെട്ട് ഒക്കെയായി. ആ സിനിമ കഴിയുന്നതോടുകൂടെ ഞാൻ സ്വയം പ്രഖ്യാപിതയായി ചെയ്തു, ഞാൻ സിനിമാക്കാരിയായി. അങ്ങനെ ഞാൻ അതും മോഹൻലാൽ സിനിമയുടെ ആളായി. എനിക്ക് മോഹൻലാലിനെ അറിയാം, ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരെയും നിങ്ങൾക്ക് അറിയില്ല, അവരൊക്കെ എനിക്കറിയാം. ഞാൻ പ്രിയദർശൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പം ഞാൻ അടുത്ത സിനിമ പ്രിയൻ സാറ് ബോംബെ തുടങ്ങി. ഉടനെ വെട്ടി പുറപ്പെട്ടു പോയി ഞാൻ. അതും വിജയകുമാർ സാറായിരുന്നു അതിൻ്റെ ലൈൻ പ്രൊഡക്ഷൻ. ഞാൻ ഒന്നും ആലോചിക്കത്തില്ല, അവിടെ പോയി ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് എന്തറിയാം, ഇതൊന്നും ചിന്തിക്കില്ല. ഓക്കെ, അവസരം വന്നിരിക്കുന്നു, പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടു കുറേ ബോംബെയിൽ നല്ല കിടിലൻ പെൺകുട്ടികൾ. അന്നാണ് ഞാൻ അറിയുന്നത്, ഇവിടുന്ന് കേരളത്തിൽ ഇവിടെയൊന്നും ഇല്ലല്ലോ, പെണ്ണുങ്ങളെ ഇല്ലല്ലോ, തരുന്നില്ലല്ലോ അവർക്ക്. അവിടെ ചെന്നപ്പോൾ നല്ല പെട്ടിയൊക്കെ പിടിച്ച് നല്ല സൂട്ടൊക്കെ ഇട്ട് കുറേ പെൺകുട്ടികൾ വന്നിരിക്കുന്നു സെറ്റിൽ. നല്ല സ്റ്റൈല്, നല്ല കോർപ്പറേറ്റ് ലുക്ക്. ഇവരൊക്കെ ആരാണെന്ന് ചോദിച്ചു എൻ്റെ പ്രൊഡ്യൂസറിനടുത്ത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതാണ് EPs, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്. നമ്മൾ അവിടുത്തെ പോലെയല്ല, ഇവിടെ ഇവരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവർ തീരുമാനിക്കും ഈ സിനിമ എങ്ങനെ സഞ്ചരിക്കണം, ഇവിടെ പ്രൊഡക്ഷൻ എങ്ങനെ നടക്കണം, ഇവരുടെ കൺട്രോളിലാണ് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാം, എനിക്ക് പറ്റിയ പരിപാടിയാണ്. അന്ന് എനിക്കൊരു 10-20 വയസ്സേ ഉള്ളൂ. ഞാൻ ആക്കി സെറ്റ്, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി. അപ്പം എനിക്ക് എല്ലാവരെയും കാര്യങ്ങൾ അറിയാൻ പറ്റും, എന്നോടാരും ചോദ്യം ചോദിക്കില്ല. സെറ്റ്, ഞാൻ ഇനിയും നാളെ മുതൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണെന്ന് വിജയകുമാർ സാറ് പറയും. അപ്പോൾ സാറ് പറഞ്ഞു നീ കുറച്ചുകൂടി പ്രൊഡക്ഷനൊക്കെ പഠിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൂടുതൽ പ്രൊഡക്ഷൻ പഠിക്കാൻ തീരുമാനിച്ചു. ഡയറക്ഷനും എഴുത്തും കുത്തൊക്കെ മാറ്റി വെച്ചു. ഓക്കെ, പ്രൊഡക്ഷൻ പഠിക്കുന്നു. അങ്ങനെ ഞാൻ പ്രൊഡക്ഷൻ പഠിച്ചപ്പോൾ അതിലെനിക്ക് ഭയങ്കര ത്രില്ലായി, കൊള്ളാം എന്ന്. അങ്ങനെ ഞാൻ ഒരു ദിവസം എന്നെ അങ്ങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു, ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അങ്ങനെ ഞാൻ വന്നിട്ട് PVGയോട് പറഞ്ഞു, ഞാനിതാ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി ബോംബെയിലൊക്കെ എക്സ്പീരിയൻസ് ആയി വന്നിരിക്കുകയാണ്, എന്നെ നിങ്ങൾ സിനിമയിലെടുക്കണം. അങ്ങനെ ഉയരെ എന്ന് പറഞ്ഞ സിനിമ എന്നെ ഏൽപ്പിച്ചു. പിന്നെ ഞാൻ അങ്ങനെ കുറേ സിനിമ, അതിൻ്റെ മുന്നേ ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഡയറക്ഷൻ പരിപാടികളുടെ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയിട്ട് അത് മറ്റൊരു ചോദ്യമായിട്ട് വരും എൻ്റെ അടുത്തേക്ക്, അത് അപ്പം പറയാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഇതിലുണ്ട്. അപ്പം എൻ്റെ ഒരു വ്യത്യാസം ചോദ്യത്തിലോട്ട് വരാം. ഞാൻ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നപ്പോൾ ഭക്ഷണത്തിന് പോലും നമുക്ക് 2 പന്തിയാണ്. അതായത് ഇമാജിൻ, മറ്റുള്ള ആളുകൾ അവിടെ വേറെ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വേറെ ഭക്ഷണം കഴിക്കുന്നു ഒരേ സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ സെറ്റിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ല, നമ്മൾ സമ്മതിക്കാറില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന. ഇപ്പം അതൊക്കെ മാറി കേട്ടോ, പണ്ടായിരുന്നതൊക്കെ ഇപ്പം ഒക്കെ കുറേ കുറവാണ്, എന്നാലും ഉണ്ടെന്നാണ് കോൺക്ലേവിൽ വന്നവർ പറഞ്ഞത്. എന്നാലും ആ സമയത്ത് ഞാൻ അതിൻ്റെക്കാട്ട് എൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് എനിക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഈ പ്രൊഡക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പം എല്ലാവരുടെയും എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി. അപ്പം എനിക്ക് മനസ്സിലായി, ഇവിടെ നിൽക്കുമ്പോൾ മറ്റേതാകുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആരും മൈൻഡാക്കില്ല. ഏതോ ഒരു പെണ്ണ് വന്ന് വളവളവള പറഞ്ഞിട്ട് പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, ആ ആറ്റിറ്റ്യൂഡിന് പതുക്കെ മാറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പാതിരാത്രിയിലോ പുഴുവിലോ എത്തിയ വരെയുള്ള അവസ്ഥയും ജേണിയും ഈ പ്രൊഡക്ഷനിലോട്ട് ഞാൻ മാറിയപ്പോൾ, ഞാൻ അവരുടെ പേയ്മെൻറ്റ് കൊടുക്കുന്ന ആളായി മാറിയപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഇത്രയും പുരുഷന്മാരുടെ അടുത്തുനിന്ന് ഒരു ഫ്രീ ആയിട്ട് റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം അവരുടെ പേയ്മെൻറ്റ് ഞാൻ വിചാരിച്ചാൽ വേണേ ഒരു 4 ദിവസമൊക്കെ വൈകിപ്പിക്കാൻ പറ്റും. ആറ്റിറ്റ്യൂഡ് ഞാൻ ഇടുകയും ചെയ്യും കേട്ടോ. നിങ്ങൾ വിചാരിക്കണം ഞാൻ ഭയങ്കര നല്ല ആളാണ്, ഞാൻ നല്ല പണി കൊടുക്കും. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ സ്ത്രീ കുറച്ച് കുഴപ്പക്കാരിയാണ്. അപ്പോൾ അവർ
കുഴപ്പമുണ്ടാക്കുന്നവരെയാണല്ലോ, എന്താ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന മാതിരി. അപ്പം ഇച്ചിരി കുഴപ്പക്കാരിയാണ്, പുരുഷനാണ്. അപ്പം എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയിലൊക്കെ വരാം, ഞാൻ പ്രൊഡ്യൂസറിൻ്റെ ആളല്ലേ, അപ്പം ഞാൻ സ്വന്തം വണ്ടിയിൽ വരും. അങ്ങനെ ഞാൻ അന്ന് വെറുതെ എനിക്കുള്ളൊരു ബിൽഡപ്പ് ഉണ്ടാക്കി. ആ ബിൽഡപ്പിലാണ് ഞാൻ പിന്നെ മലയാള സിനിമയിൽ അങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയുക, വലിയ വലിയ ബുദ്ധിമുട്ടുകൾ, ഈ പറയുന്ന പലരും പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഇല്ലാതിരിക്കാനുണ്ടായ ഒരു പ്രധാന കാരണം ഞാൻ ഇടക്കാലത്ത് പ്രൊഡക്ഷനിലോട്ട് സ്വിച്ച് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഈ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കഥകൾ എനിക്കില്ല. ഒരു സിനിമാ കഥ പോലെ മനോഹരമായിട്ട് റത്തീന നടന്നു വന്ന മുള്ളു നിറഞ്ഞ വഴികളെ പറ്റി തന്നെയാണ് വളരെ സരസമായി ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. ഇതിൽ കേട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് വാക്കുകളുണ്ട്: പെർസീവിയറൻസ്, വിൽ പവർ, കമ്പാഷൻ, പാഷൻ, കമ്മിറ്റ്മെൻറ്റ്. ചെയ്യുന്ന ജോലിയോട്, അവനവന് ഇഷ്ടമുള്ള മേഖലയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതിനൊത്ത ബുദ്ധിയും. ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ റത്തീന എന്ന വിജയിയെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ എങ്ങനെ എത്തിപ്പെട്ടു, പിന്നെ അവിടുന്ന് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് തന്നെ അവനവന് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ റെസ്പോൺസിബിളായിട്ട് നേടുകയും ചെയ്തു. ഇത് ഒരു സംവിധായക എന്ന നിലയിൽ ഈ അനുഭവം, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു, പോസ്റ്റർ ഡിസൈനറായിരുന്നു, ഗ്രാഫിക്സിലും എഡിറ്റിങ്ങിലും ഒക്കെ, ഇങ്ങനെ വിവിധ മേഖലകളിൽ സിനിമയിൽ അധികം മലയാളി സ്ത്രീകൾ കൈവച്ച് വിജയിച്ചത് എനിക്ക് സത്യത്തിൽ അറിയില്ല. റത്തീന തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പം ഇത്രയും മേഖലകളിൽ പ്രവർത്തിച്ച പരിചയം പുഴുവിൻ്റെ സംവിധാനത്തിലും പാതിരാത്രിയുടെ സംവിധാനത്തിലും ഒരു സംവിധായികയായപ്പോൾ ഈ അറിവുകളും ഈ അനുഭവങ്ങളും എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? ഒരു സിനിമ ഉണ്ടാവുമ്പോൾ അതിൻ്റെ നമ്മൾ വിചാരിക്കുമ്പോൾ അത് കഥ എഴുതി സംവിധാനം ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ് ഏറ്റവും പെയിൻഫുൾ എന്ന്. അല്ല, അത് കുറച്ചുകൂടി ഈസിയാണ്. ഒരു സിനിമ എഴുതി കഴിഞ്ഞ് അത് നമ്മൾ ഒരു നടൻ്റെ അടുത്തോ നടിയുടെ അടുത്തോ അതല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറുടെ അടുത്തോ കൊണ്ടുപോയി അതൊരു പ്രൊജക്റ്റ് ആക്കുക. അത് സിനിമയ്ക്ക് മാത്രമല്ല, നമ്മൾ അങ്ങനത്തെ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ജോലിയും ബിസിനസ്സും ചെയ്യുമ്പോൾ നമുക്ക് ഇത് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പോയിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എൻ്റെ കഥ ഇതാണ്, ഈ കഥ എങ്ങനെ ഇരിക്കും, ഈ കഥ അങ്ങനെയാണ് എന്ന് പറയാൻ, ഈ കഥ എനിക്ക് ഇത്ര ബഡ്ജറ്റ്, ഇത്ര രീതിയിൽ, ഇത്ര ദിവസം കൊണ്ട് തീർക്കാം എന്ന് പറയാനും എനിക്ക് ഒരു പ്രൊഡക്ഷൻ ആളുടെ സഹായം ആവശ്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ പടങ്ങൾ എൻ്റെ കയ്യിലോട്ട് കഥ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനതൊരു പ്രൊജക്റ്റ് ആക്കുമ്പോൾ ഞാനതിൻ്റെ ബിസിനസ് സാധ്യതകൾ, അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ അതിന് എത്രത്തോളം മുതൽ മുടക്കുണ്ടാവും, ആ മുതൽ മുടക്ക് എങ്ങനെയൊക്കെ എനിക്ക്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയൊക്കെ എനിക്ക് ബാലൻസ് ചെയ്ത് പിടിക്കാൻ പറ്റും, ഇത്തരം എൻ്റെ പ്രത്യേകിച്ച് അതൊരു പ്രോജക്റ്റ് കൊണ്ടുപോയി പിച്ച് ചെയ്യാന്ന് പറയും. നമ്മൾ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി ഇത് അവതരിപ്പിക്കുക എന്ന ഏറ്റവും വലിയ ടാസ്ക് എനിക്ക് തോന്നുന്നത് പൊതുവെ ഞാൻ കുറച്ച് ഈസി ആയിട്ട് ചെയ്യും. അതായത് വലിയ സക്സസ്ഫുൾ ഒരാൾക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറെ ഞാൻ അത് ചെയ്യാൻ എൻ്റെ ഈ എക്സ്പീരിയൻസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം അതിന് വലിയൊരു കുഴപ്പമുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമ, അതായത് ഞാൻ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ പുഴുവാണ്. പുഴു എന്ന സിനിമ ആ സമയത്ത് വളരെ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും അതുപോലെ തന്നെ വളരെ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത സിനിമയാണ്. ആ സിനിമയുടെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ അടുത്ത സിനിമ സംഭവിക്കുക എന്ന് പറയുന്ന കാര്യം അത്ര ഈസിയായി എനിക്ക് വന്നിട്ടില്ല. അതിലൂടെയാണ് ഇവിടുത്തെ ജെൻഡർ പ്രശ്നം പ്രധാനമായിട്ടും ഉള്ളത്. അപ്പം നിങ്ങൾ ചോദിക്കും, അതെന്താ അങ്ങനെ വെറുതെ സ്ത്രീകൾക്കാര്? അങ്ങനെയല്ല. അതായത് ഒരു പുരുഷ ഫിലിം മേക്കർ, ഒരു മെയിൽ ഫിലിം മേക്കർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പോലെ ഒരിക്കലും ഒരു ഫീമെയിൽ ഫിലിം മേക്കർ സെലിബ്രേറ്റ് ചെയ്യപ്പെടാറില്ല. നമ്മളുടെ അവസരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം. വെറും ഒരു ഗംഭീര
ഗംഭീര ഫിലിം മേക്കർ എന്നതിനേക്കാളേറെ ഭയങ്കര വലിയ കഴിവുകൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഒരു സിനിമ നമുക്ക് ചെയ്യാനുള്ള അവസരം ഇവിടെയുള്ളൂ. അപ്പം എന്നിട്ടും അതിനെ കുറ്റവും പറഞ്ഞ് അല്ലെങ്കിൽ അത് അങ്ങനെയാണ്, ഇവിടെ എങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും മടിച്ചു നിന്നിട്ടില്ല. അത് എൻ്റെ ഉള്ളിൽ, സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലൊരു കച്ചവടക്കാരി ഒന്നുമില്ല, ഞാൻ കോഴിക്കോട്ടെന്നല്ല. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു കച്ചവടക്കാരി എന്തായാലും ഉണ്ട്. ആ കച്ചവടക്കാരി ആലോചിക്കും, ഞാൻ ഇത് കുറ്റവും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ കഥകൾ കണ്ടെത്തി, ഞാൻ ആളുകളുടെ അടുത്ത് പോയി സംസാരിച്ച്, ഞാൻ എൻ്റെ അവസരങ്ങൾ തേടി തേടി പോകും. അതിപ്പോഴും ഇന്നും ഈ മൊമെൻറ്റിലും ഞാനിപ്പോൾ എൻ്റെ 3ാമത്തെ സിനിമയിലെത്തി നിൽക്കുമ്പോഴും ഞാൻ എൻ്റെ അവസരം ചോദിക്കും. എനിക്കൊരു മടിയില്ല. ഞാൻ ഡയറക്ഷൻ മാത്രമല്ല, ഞാൻ ഇപ്പോഴും പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡിലുള്ള സിനിമകളുടെ ലൈൻ പ്രൊഡ്യൂസറാണ്. ഗവൺമെൻറ് പ്രോജക്ട്സിൻ്റെ ലൈൻ പ്രൊഡക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അവസരം ചോദിച്ചു പോകും. ഞാനിപ്പോൾ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അപ്പം ഞാൻ ചോദിക്കും, എനിക്ക് അവസരം തരാമോ എന്ന് ഞാൻ ചോദിക്കുക. അതിൽ എനിക്കൊരു മടിയില്ല. അപ്പം അതാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ പഠിച്ച പാഠങ്ങൾ. ഞാനൊരു കോഴിക്കോട്ടുകാരിയല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. മലബാറിലെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ നിന്ന് സിനിമ പോലൊരു വർക്ക് സ്പേസിൽ ഒരു പെൺകുട്ടി എത്തിപ്പെടുക, അത് അത്ര എളുപ്പമല്ല എന്ന് എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫാമിലി അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ആയിട്ടൊന്നുമല്ല ഞങ്ങളെ ആരെയും വളർത്തിയത്. എൻ്റെ ഫാദറും അവരൊക്കെ സാധാരണ നിങ്ങളെയൊക്കെ വീട്ടിലൊക്കെ പോലെ തന്നെ വളരെ ഒരു നോർമൽ മുസ്ലിം കുടുംബമാണ് എൻ്റെത്. ബാലുശ്ശേരിയാണ് എൻ്റെ വീട്. ഇവിടെ ബാലുശ്ശേരിക്കാരുണ്ടോ? ബാലുശ്ശേരിയാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ വല്യപ്പാപ്പ, അതായത് എൻ്റെ വാപ്പയുടെ വാപ്പ ഭയങ്കര വലിയ സിനിമാ പ്രേമിയാണ്. പുള്ളി അന്നത്തെ ഓമനയായിരുന്നു പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നായിക. പുള്ളിയൊരു ആള് രസമാണ്. അപ്പോൾ പുള്ളി മറ്റേ സിനിമയിൽ കാണും, പാട്ടൊക്കെ കാണും, ഭയങ്കര ഒരു ഒരു എന്താ കലാഹൃദയമുള്ള ഒരു മനുഷ്യനാണെന്ന് വേണം പറയാൻ. അപ്പോൾ ആ എൻ്റെ വല്യപ്പാപ്പൻ്റെ ഒന്നും പ്രായമൊക്കെ മരിച്ചുപോയി. പുള്ളിയുടെ കാലത്തിലൊന്നും അങ്ങനെ മുസ്ലിം ആളുകൾ അങ്ങനെ സിനിമ കാണുകയോ സിനിമ തിയേറ്ററിൽ പോവുകയോ ചെയ്യൂല. അപ്പൊ മൂപ്പര് അന്ന് എല്ലാരെയും വെറുപ്പിച്ചുകൊണ്ട് സിനിമ കാണാൻ പോകുന്ന ഒരാളാണ്. എൻ്റെ നാട്ടിൽ 4 തിയേറ്ററുണ്ട്. സന്ധ്യ, സന്തോഷ്, പ്രഭാത്, കൈരളി, 4 എണ്ണം ഉണ്ടായിരുന്നു. ആ 4 തിയേറ്ററിലും സിനിമ മാറുമ്പോഴും സിനിമ കാണാൻ പോകുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് അങ്ങനെ ഒരു വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പുസ്തകങ്ങൾ വായിക്കും. ഞാൻ ചെറുപ്പം മുതലേ പുസ്തകം വായിക്കുമായിരുന്നു. കണ്ടമാനം പുസ്തകം വായിച്ചു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സപ്പോർട്ടേ അവിടെ നിന്നുള്ളൂ. പക്ഷെ സത്യം പറയണമെങ്കിൽ ഈ സ്കൂൾ MES സ്കൂളാണ് എൻ്റെ എല്ലാത്തിൻ്റെയും ടേണിംഗ് പോയിന്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെയാണ്, ഈ മുറ്റത്താണ് വളർന്നത്. ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ അങ്ങനെ ആരും ഇതൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ അങ്ങനത്തെ ഒരു സിനിമ, അങ്ങനത്തെ ഒരു ഇവിടെ ഫങ്ഷൻസ് നടക്കും. അതൊന്നും ഒരു പ്രോപ്പർ പരിപാടികളായിരുന്നില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ സ്കൂളിൽ ടീച്ചേഴ്സിന്റെ മാഷന്മാരുടെ മക്കളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേകതരം വൈബായിരുന്നു. അപ്പൊ അവിടുന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫ്രീഡമാണ്, ഇവിടെ എന്ത് വേണമെങ്കിലും കാണിച്ചോ. അപ്പോൾ എനിക്കൊരു സ്റ്റേജും കുറെ ആളുകൾ ഇവിടെ തന്നെ ഞങ്ങൾ താമസമാണല്ലോ, റെസിഡൻഷ്യൽ സ്കൂളല്ലേ. അപ്പൊ ഇവിടെ ഒരു GK നായർ വൈസ് പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പം അദ്ദേഹമാണ് ഞാൻ എഴുതും എന്ന് മനസ്സിലാക്കുന്നത്. കാരണം പുള്ളി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ സാറായിരുന്നു. ഞാൻ അത്ര ഇംഗ്ലീഷ് വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ എന്നാലും പുള്ളിക്ക് എഴുത്ത് കാണുമ്പോൾ അതിലുണ്ടാകുന്ന കുറച്ച്, അപ്പൊ പിന്നെ പുള്ളി മലയാളം എഴുത്തുകൾ, മലയാളം സാധനങ്ങളൊക്കെ എടുത്ത് നോക്കാൻ തുടങ്ങി. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഞാൻ എഴുതുന്നുണ്ട്. അങ്ങനെ പുള്ളി എന്നെ കൊണ്ട് ഒരു നാടകം എഴുതി സംവിധാനം ചെയ്യിപ്പിച്ചു ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ സംഭവമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടുത്തെ ബാലചന്ദ്രമേനോനായി. ഞാൻ തന്നെ പാട്ട് എഴുതും, ഞാൻ തന്നെ സംവിധാനം ചെയ്യും, ഞാൻ തന്നെ കഥ എഴുതും, ഞാൻ തന്നെ അഭിനയിക്കും, ഞാൻ തന്നെ എല്ലാം. എൻ്റെ കഥ, എൻ്റെ ഫുൾ ഫിഗർ. അപ്പൊ എന്താ ഇവിടെ ആരും ചോദിക്കാനും പറയാനില്ല. കാരണം ഇവിടെ ആർക്കും ഇതൊന്നും ചെയ്ത് ശീലം. അങ്ങനെ ഞാൻ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നായകനും നായികയും ചൈൽഡ് ആർട്ടിസ്റ്റും ഒക്കെ എനിക്ക് ഇവിടെ ഉണ്ടല്ലോ. പിള്ളേർ വരില്ല ഇവിടെ. 1 LKG മുതലുള്ള പിള്ളേരുണ്ട്. റെസിഡൻഷ്യൽ സ്കൂൾ അവിടെയും പോണില്ല. എല്ലാത്തിനും ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ പേടിച്ചു വരും. അവിടെ സീനിയേഴ്സ് അല്ലേ. അങ്ങനെ പേടിപ്പിച്ചു ഒക്കെ കൊണ്ടുപോയി സ്റ്റേജിൽ കയറ്റി ഇവരെ അഭിനയിപ്പിച്ചു. ഇവരെ ഈ സംഘാടനം നടത്തി. അങ്ങനെ ഇവിടെ നിന്നാണ് എനിക്കൊരു ഡയറക്ടർ എന്തായിരിക്കണം, ആ ഒരു
വന്ന് എഴുതി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഇരട്ടമൊക്കെ ആയിരുന്നു. എന്നാലും കഴിച്ചിട്ടൊക്കെ വരും. ചില ആൾക്കാർ മുങ്ങിക്കളയും. ഈ നമ്മുടെ സ്റ്റേജും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഓടിക്കളയും, ഡോമറ്ററി പോയി ഓടിക്കും, പിടിച്ചോണ്ട് വരും. അങ്ങനെയൊക്കെ ഞാൻ നാടകം നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസരം എനിക്ക് ഇവിടെ നിന്നാണ് ഉണ്ടായത്. അങ്ങനെ ഇവിടെ നിന്നൊരു മത്സരം നടത്തി. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. ഒരാളുടെ പേരിലുള്ളൊരു കോമ്പറ്റീഷൻ, ഒരു റൈറ്റിംഗ് കോമ്പറ്റീഷൻ. അന്ന് ഞാൻ എഴുതുന്ന എന്തും എവിടേക്കും അയക്കുമായിരുന്നു. കരുണാകരൻ പേരാമ്പ്ര എന്നൊരു സാറുണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹം സ്കൂളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ന് എൻ്റെ സ്കൂൾ ഇവിടെ ആയിരിക്കും, ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ എന്ന് പറയുന്നത്. നമ്മളെ നേരെ ഓപ്പോസിറ്റ് സ്കൂൾ. അപ്പോൾ കരുണാകരൻ പേരാമ്പ്ര സാർ നമ്മുടെ ആർട്ടിന്റെ സാർ. ഞാൻ എന്ത് എഴുതിയാലും എന്ത് വരച്ചാലും ഒക്കെ സാർ അയച്ചു കൊടുക്കും. അപ്പൊ ഈ പോസ്റ്റർ ഡിസൈൻ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് ഇവിടെ പോസ്റ്റർ ഡിസൈനിന് സോണൽ അതായത് ചെന്നൈ സോണൽ CBSEയുടെ ഫസ്റ്റ് ഏറ്റവും നല്ല പോസ്റ്റർ ട്രാഫിക് ഡേ പോസ്റ്റർ. അതായത് സൗത്ത് ഇന്ത്യയിൽ എല്ലാ സ്കൂളും കോമ്പറ്റീറ്റ് ചെയ്തപ്പം ഞാൻ വരച്ചിട്ട് കൈകൊണ്ട് വരച്ച് ഞാൻ ഡിസൈൻ ചെയ്ത പോസ്റ്ററിനായിരുന്നു കിട്ടിയത്. അപ്പൊ അന്ന് ഈ സ്കൂളാണ് എനിക്ക് അവസരം തന്നത്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ എന്ത് എഴുതിയാലും ഞാൻ എന്ത് ചെയ്താലും ഇവർ അയച്ചു കൊടുക്കും, എല്ലായിടത്തേക്കും സാർ അയക്കും. അങ്ങനെ എനിക്കൊരു സമ്മാനം കിട്ടി. ആ സമ്മാനത്തിൽ നിന്നാണ് കൊള്ളാം, അങ്ങനെ കറന്റ് ബുക്സിൻ്റെ ഒരു അവസരം എനിക്ക് കിട്ടുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പുസ്തകങ്ങൾ വരാൻ തുടങ്ങി എനിക്ക് ഫ്രീ ആയിട്ട്. പിന്നെ എനിക്കത് 30% ഇന്നും ഈ മൊമെന്റിലും ഞാൻ കറന്റ് ബുക്സ് തൃശ്ശൂരിൽ നിന്ന് എനിക്ക് അതിന് ഓഫറുണ്ട്. ഈ സ്കൂളിൽ നിന്ന് ഞാൻ പണ്ട് 25 വർഷം മുന്നേ ഫസ്റ്റ് പ്രൈസ് മേടിച്ചതിന് കിട്ടിയ ഓഫറാണ്, ഇപ്പോഴും ഉണ്ട്. കാരണം അത് അവർ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നു. അവിടെ നിന്ന് എന്നെ MT വാസുദേവൻ നായർ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അപ്പോഴാണ് ഞാൻ തിരക്കഥ എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം എനിക്ക് 1-2 പുള്ളിയുടെ തിരക്കഥകൾ വായിക്കാൻ തോന്നും. അപ്പൊ ഞാനിങ്ങനെ പോകും പുള്ളിയുടെ അടുത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് വെച്ചാൽ നമുക്ക് ചോദിക്കാമെന്ന് ചോദിച്ചേക്കാം. നമ്മളെ തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ. ഞാനതായിരിക്കും ഇവരിപ്പോൾ എന്നെ ഇറക്കി വിടും, തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ. നമുക്ക് ചോദിക്കാമെന്ന് ചോദിച്ചൂടെ? ഞാൻ അങ്ങനെ ചോദിക്കും. ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഞാൻ തിരക്കഥ പുസ്തകങ്ങൾ വായിച്ച് പിന്നെ എൻ്റെ കലശമായ ആഗ്രഹമായി തിരക്കഥ കർത്താവ്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ എന്ന സാധനം എൻ്റെ തലയ്ക്ക് കയറി പിടിച്ചത്. അപ്പോൾ അന്ന് സംവിധാനം ചെയ്ത നാടകത്തിൻ്റെ പേര് ഓളങ്ങൾ കണ്ടുവരും, എന്തോ ഒരു പേര് ഞാനങ്ങ് ഇട്ടത് അന്ന്. ശരിക്കും പഠിച്ച സ്ഥാപനത്തോടും വളർന്ന മണ്ണിനോടുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് തോന്നി ഈ ഉത്തരം എനിക്ക്. പക്ഷേ ഇപ്പോൾ കുറേ നേരമായിട്ട് പുറത്ത് ചാടാൻ വെമ്പിക്കൊണ്ട് നിൽക്കുന്നൊരു ചോദ്യമുണ്ട്. ഇവരെന്താണ് ഇത് ചോദിക്കാത്തത്, ഇത് സംസാരിക്കാത്തത് എന്നൊരു അക്ഷമ ഈ ആളുകളുടെ മുഖത്തൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതായത് രൂപലാവണ്യം കൊണ്ടും അഭിനയസിദ്ധി കൊണ്ടും അമാനുഷികനായ മലയാളത്തിൻ്റെ അഭിമാനമായ നമ്മുടെ സ്വന്തം മമ്മൂക്ക, അദ്ദേഹത്തെ സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീ. ഇപ്പോൾ ഒരു സ്ത്രീ സംവിധായികയ്ക്ക് അപ്രാപ്യമെന്ന് പലരും കരുതിയ ഒരു കാര്യം സാധിച്ച് തെളിയിച്ചു കൊടുത്തു റത്തീന. അപ്പം മമ്മൂക്കയിലേക്കുള്ള വഴി വെട്ടിത്തെളിച്ചത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മമ്മൂക്ക പുഴുവിലെത്തിയ വഴി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കേൾക്കാൻ അക്ഷമരായി ഇരിക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് അവരൊക്കെ മുഖം കാണുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ആരോട് പോയി എന്ത് ചോദിക്കുന്നതിനും ഒരു മടിയില്ല. ഞാനങ്ങ് പോയി ചോദിക്കും. അപ്പം നമ്മൾ സിനിമ പറയുന്നത് നമ്മൾ പോയി ചോദിക്കുന്നു, ബോട്ട് വിട്ടുവരുമെന്ന് ചോദിക്കുന്നു, വിട്ടുവരുന്നില്ലെങ്കിൽ നമ്മൾ പോകുന്നു, വിട്ട് നമ്മൾ എടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2011 ഒക്കെ ആയ സമയത്താണ് എനിക്ക് സിനിമ ചെയ്യുവാണെങ്കിൽ മമ്മൂട്ടി നായകൻ, അതിൽ കുറഞ്ഞൊരു പരിപാടി ഇല്ല. നമ്മൾ മെയിൻ ആണല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഈ സ്കൂളാണ് എന്നെ ആ ചീത്ത ഹാബിറ്റ് പഠിപ്പിച്ചത്, മെയിനാക്കല്. കാരണം ഇവിടെ ആരും ഇല്ലാത്തത്, ഇവിടെ ഞാൻ മെയിനായിരുന്നല്ലോ. അപ്പം ഞാൻ ആ ഒരു സാധനം എൻ്റെ തലയ്ക്ക് വിളിച്ചുകൊണ്ട് എനിക്കെല്ലാം ഏറ്റവും ബെസ്റ്റ് വേണം. അപ്പം ഞാൻ അങ്ങനെ അന്നേ ആഗ്രഹിച്ചു മമ്മൂക്കെ വെച്ചൊരു സിനിമ എനിക്ക് ചെയ്യണം. അപ്പം വെറുതെ ആഗ്രഹിച്ച് നമ്മൾ വീട്ടിലിരുന്നൊരു കാര്യമില്ലല്ലോ. നമ്മൾ പകുതി ചെയ്യണമല്ലോ പണി, ഇപ്പോഴല്ലേ നമുക്ക് യൂണിവേഴ്സ് ബാക്കി കൊണ്ടുതരുള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറയുക, മമ്മൂട്ടിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. അന്ന് വാട്സപ്പും ഇതൊന്നും ഇല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ കാണാൻ വേണ്ടി ഞാൻ ചോദിച്ച് സെറ്റിലൊക്കെ പോകും. എവിടെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് എവിടെയാണ് ഷൂട്ട് എടുക്കുന്നതെന്ന് കണ്ടുപിടിച്ച് സുഹൃത്തുക്കളെ ഞാൻ സിനിമയ്ക്കകത്തുണ്ടല്ലോ.
അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ എവിടെയാണ്, അപ്പം ഏതെങ്കിലും ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നെ പരിചയമുള്ള അവരുടെ അടുത്ത് പോയിട്ട് അവരെ കാണാനാണെന്ന് പറഞ്ഞ് പോകും സെറ്റിൽ അവിടെയൊക്കെ നിൽക്കും. അപ്പോൾ മമ്മൂക്കിക്ക് ഒരു സമയം മമ്മൂക്കി മനസ്സിലായി ഞാനാണ് ഈ മെസ്സേജ് അയച്ച് വെറുപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഞാൻ ക്രൗഡിൽ നിൽക്കും വെച്ചു എന്നോട് വരാൻ പറഞ്ഞു, വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി സെറ്റിലോട്ട് വന്നോളാൻ പറഞ്ഞു, എനിക്ക് കാണാൻ എനിക്ക് കഥ പറയണം പറഞ്ഞു. അന്നേരം എനിക്ക് ഞാനൊരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടേ ഉള്ളൂ, എൻ്റെ അഹങ്കാരം അറിയിച്ചോളൂ. മമ്മൂട്ടിയുടെ അടുത്ത് നാളെ തന്നെ ഡേറ്റ് വയ്ക്കാൻ പോവാ ഞാൻ എന്താ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നേരെ ചെന്ന് മമ്മൂക്ക വെച്ചു വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അത് ഇങ്ങനെ നിരന്തരം ഇയാൾ ശല്യം മാറിയിട്ട് ഈ ശല്യം ഒന്ന് കണ്ടാൽ ഈ ശല്യം പൊക്കോളുമല്ലോ എന്നോർത്തിട്ട് ലാസ്റ്റ്, കാരണം ഒരു പെൺകുട്ടിയല്ലേ ഇത്, ഇങ്ങനെ ആദ്യമായിട്ടാണേ, കാരണം ആൺകുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ, അതേപോലെ ഒരു പെൺകുട്ടി, അന്നൊന്നും അത്ര പെൺകുട്ടികൾ അസിസ്റ്റന്റ് ഡയറക്ടറൊന്നും അല്ലല്ലോ, ഒരു പെൺകുട്ടി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും മെസ്സേജ് അയച്ചോണ്ടിരിക്കുമ്പോൾ പുള്ളി ഓക്കെ കണ്ടിട്ട് അപ്പം തന്നെ പറഞ്ഞു വിട്ടേക്കാം നിരുത്സാഹപ്പെടുത്തി എന്ന് വിചാരിച്ചിട്ട് പുള്ളി എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു ഒരു ലൊക്കേഷനിൽ ചെന്ന് ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു ആരാ എന്താണെന്ന് ചോദിച്ചു. അത് പുള്ളി ഷൂട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു ഞാൻ മമ്മൂക്കെ കാണാൻ വന്ന, എൻ്റെ അഹങ്കാരത്തിൽ എന്നേക്ക് അപ്പോയിൻമെന്റ് കിട്ടി വന്ന ഭാവത്തിൽ അതിൻ്റെ ഇരിപ്പും മട്ടൊക്കെ തൊട്ടടുത്ത ഒരാളിരിക്കുക. പുള്ളി എവിടെന്നാ എന്താന്നൊക്കെ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടോളാ, എനിക്ക് പുള്ളി അറിയത്തില്ല കാരണം അന്ന് ഇത്ര സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. ഞാൻ ചോദിച്ചു നിങ്ങളുടെ പേര് എന്താ? പുള്ളി ആൻഡോ ജോസഫ്. ഞാൻ പടച്ചോനെ ഇത് ആൻഡോ ജോസഫ് ആയിരുന്നു. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്ക് അപ്പൊ എന്താ കഥ പറയാം, കാരണം ഭയങ്കര കൗതുകം. അന്ന് ഇല്ലല്ലോ പെൺകുട്ടികൾ, ഒരു പെൺകുട്ടി അത് അന്ന് 5 മിനിറ്റ് വന്നിട്ടില്ല. അപ്പോൾ ആ കാലത്തിലാണ്. അപ്പൊ എന്നോട് കൗതുകം കൊണ്ട് ഇവര് ചോദിച്ചു എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. മമ്മൂക്ക വന്ന്, അപ്പൊ ഞാൻ അതുവരെ മമ്മൂട്ടിയെ കാണാൻ വന്ന ഗസ്റ്റാ, ഓർക്കണം. ഇങ്ങനെ എനിക്ക് മമ്മൂക്ക ഇങ്ങനെ വന്ന് ക്രൗഡ് ചോദിച്ചു താനല്ലേ മെസ്സേജ് അയച്ച് ഉറപ്പിക്കുന്ന ആളൊന്നും തീർന്ന് പൊട്ടപ്പ കിടക്കും നിലത്ത്. അപ്പൊ എല്ലാവരും അത് ശരി, ഇവള് മമ്മൂക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഇവളാണ് മമ്മൂക്ക തിരിച്ച് വരട്ടാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും അതുവരെ തന്ന കസാരയൊക്കെ അവിടെ നിന്ന് മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാനാണ് ആ ആളെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ തന്നെ പ്രശ്നം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ ചെയ്യണം. പറഞ്ഞു ചെയ്തോ, ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. നമുക്കൊരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ചെയ്തോ, ഞാൻ ചെയ്യണം ചോദിച്ചു. അപ്പൊ ഞാൻ അല്ല എനിക്ക് മക്കളുടെ ഡേറ്റ് വേണം. അപ്പം പറഞ്ഞു കഥയാണോ ചോദിച്ചു. അപ്പം പറഞ്ഞു കുറേ കഥയുണ്ടെന്ന് പറഞ്ഞു, ഒരു കഥയെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു തിരക്കഥ എഴുതിയതാണോ, താൻ എഴുതിയതാണോ? ഞാൻ പറഞ്ഞു കഥ ഞാൻ എഴുതിയതാണോ. അപ്പൊ പറഞ്ഞു എന്താ അറിയാം സിനിമയെ കുറിച്ച്? ഞാൻ പറഞ്ഞു എനിക്ക് കുറേ അറിയാം, ഞാൻ അത് ചെയ്തതെന്ന് കുറേ. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി കാര്യമായിട്ട് ഒന്നും അറിയത്തില്ല. അപ്പൊ പുള്ളി പറഞ്ഞു എന്നോട് പറഞ്ഞു പോയിട്ട് ആരുടെയെങ്കിലും കൂടെയൊക്കെ നിന്ന് കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് സിനിമയൊക്കെ പഠിച്ചിട്ട് വാ, അപ്പൊ നമുക്ക് സിനിമ ചെയ്യാം കേട്ടോ, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിച്ചാണോ നമുക്ക് ചോദിച്ചു, കാരണം തിരിഞ്ഞ് വന്നിരിക്കല്ലേ. അപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചാണ്, ഇവിടെ ബിരിയാണി ഇരിപ്പുണ്ട് വേണമെങ്കിൽ കഴിച്ചോളാം. അപ്പോൾ ഞാൻ വേണ്ട എനിക്കൊരു അവസരം കൂടെ തരണം ആന്ന് പറഞ്ഞു. പക്ഷെ പഠിച്ചിട്ട് വാങ്ങും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പോയി. പക്ഷെ മമ്മൂക്ക വെച്ച് ഞാൻ ആ വഴി പോയിരുന്നു. ഞാൻ ഓരോ മറ്റേ എല്ലാവരും ഗുരുവായൂരൊക്കെ പോകുന്ന മാതിരി ഞാൻ എല്ലാ 1-ാം തീയതിയും പ്രത്യക്ഷപ്പെടും. അപ്പോൾ പുള്ളി വീണ്ടും കാണും. പുള്ളി എടുത്ത് ഞാൻ പറയും എൻ്റെ അടുത്ത് കഥയുണ്ട്. പുള്ളി പറയും പിന്നൊരിക്കലാവട്ടെ കേൾക്കാമെന്ന് പറയും. അങ്ങനെ ഈ പിന്നൊരിക്കലായി 2017 ആ പിന്നൊരിക്കൽ പുള്ളി കേൾക്കാൻ തയ്യാറായി. ഒരു 7 വർഷത്തിന് ശേഷം 2010-11 കാലഘട്ടത്തിലാണ് ഈ സംഭവം. ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി കേൾക്കാം എന്നായി. അപ്പത്തേനും മമ്മൂക്ക എനിക്ക് കുറച്ചും കൂടെ, കാരണം പരിചയക്കാരിയായില്ലേ ഞാൻ, എത്ര വർഷമായി, ഈ 1-ാം തീയതി വന്നോണ്ടിരിക്കുന്ന ആളല്ലേ. അപ്പോൾ ഞാൻ എല്ലാവരും മമ്മൂക്കയുടെ കൂടെ ജോർജേട്ടനെയൊക്കെ പരിചയമായി. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായി മാറി ഈ ഒരു വർഷത്തിനിടയിൽ. അത് ഈ ദൈവമോ പ്രകൃതിയോ ആരാണോ നമ്മളുടെ തലയിൽ അങ്ങനൊരു ഇത് തന്നിരിക്കുന്നത്, അവർ തന്ന സൗഭാഗ്യമാണ്. അവരെയൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നത്. 2017 ഞാനൊരു കഥ പറയാം മമ്മൂക്കടുത്ത്. മമ്മൂക്ക കഥ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കഥ ഇതിൻ്റെ എഴുതാൻ ഇച്ചിരി പ്രയാസമുണ്ട്, കാരണം അതൊരു വലിയ സിനിമയായിരുന്നു. അപ്പോൾ മമ്മൂക്ക ഉണ്ട എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ റൈറ്റർ കൊള്ളാം, അയാളോട് പറയാം. അർഷദ്ക്ക വരുന്നുണ്ടല്ലേ അടുത്ത സെഷൻ ഇരുന്നോളൂ, കുറച്ചുകൂടെ നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളൊക്കെ അർഷദ്ക്ക പറയും. അപ്പോൾ ഞാൻ ഉണ്ട എന്ന സിനിമയുടെ സെറ്റിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ പുള്ളി എഴുതിത്തരാം എന്ന് ഏറ്റു. അങ്ങനെ
എൻ്റെ സിനിമ ഓണായി. ഞാൻ നല്ല തുള്ളി ചാടി വന്ന് അപ്പോൾ സിനിമ ഓണായല്ലോ, ഇനി എന്ത്, അപ്പോൾ മമ്മൂട്ടി ഡേറ്റ് വന്നിരിക്കുന്നു. അങ്ങനെ സിനിമ ഓണായി വന്നപ്പോഴാണ് ദേ വരുന്നു കോവിഡ് വന്ന് എല്ലാ സ്വപ്നങ്ങളും ഉടഞ്ഞ് തരിപ്പണായി, പണിയായി. ഇനി ഈ മുഖം പറഞ്ഞു ഇത്രയും വലിയ സിനിമകളൊന്നും ഇനി നടക്കില്ല. കാരണം നമ്മൾ 3-4 വർഷം ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും തിയേറ്ററിനും മനുഷ്യന്മാർക്കും ഒക്കെ. അപ്പോൾ നമുക്ക് പിന്നെ ആലോചിക്കാൻ തോന്നും. ആലോചിച്ച് നോക്കണം, 10 വർഷം കഴിഞ്ഞ് അപ്പത്തേനും ഞാനിതിൻ്റെ പിറകെ പോകാൻ തുടങ്ങിയിട്ട് എൻ്റെ ഇടയ്ക്ക് ഞാൻ സിനിമയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ സിനിമയുടെ 7 ഇടത്തൊന്നും മാറില്ല, മാറിക്കഴിഞ്ഞാൽ അവിടെ വേറെ ആൾ വരും. അപ്പം ഞാൻ എന്താണോ വർക്ക്, അസിസ്റ്റന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടർ എന്താണോ ഓപ്പൺ ആ സിനിമയ്ക്കകത്ത് അതിൽ ഞാൻ കയറും. അതിലെനിക്ക് പണിയെടുക്കുന്നതിന് ഒട്ടും മടിയില്ല. അപ്പം ഞാൻ ഇന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളല്ല, ഞാൻ ഇത് ചെയ്യണം, എന്താണോ വിളിക്കുന്ന ജോലിയായി ഞാൻ ചെയ്യും. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു ചെറിയ സിനിമ കോവിഡ് കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയുടെ കഥയായിട്ട് വരൂ, നമുക്ക് വേണമെങ്കിൽ, ഞാൻ ഇത്രയും മെനക്കെട്ടതല്ലേ, അപ്പോൾ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ ഒരു സിനിമയുടെ കഥയില്ല. മറ്റത് എൻ്റെ കഥയായിരുന്നു, ഹർഷദ് ഖാൻ്റെ തിരക്കഥയായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഹർഷദ് ഖാനെ വിളിച്ചു. ഹർഷദ് ഖാൻ നമ്മുടെ ആ വലിയ പരിപാടി നടക്കില്ല, മമ്മൂക്ക പറഞ്ഞു ഇങ്ങനെ ഈ കോവിഡും കാലഘട്ടവും അത്രയും എക്സ്പെൻസ് ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റാതെ, അത് ട്രാവൽ മൂവിയായിരുന്നു. ട്രാവലൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ കോവിഡ് കാലത്ത്, അതുകൊണ്ട് നമുക്കൊരു ചെറിയ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനുള്ള കഥ തപ്പുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അർഷദ്ക്കയും പറഞ്ഞു ഓക്കെ. അങ്ങനെ അർഷദ്ക്കയൊക്കെ എല്ലാവരും നമ്മൾ പിരിഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് അർഷദ്ക്കനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു കഥ അയക്കാം, വൃത്തിനിക്ക് അത് ഇഷ്ടപ്പെടുമോ നോക്കൂ, ചെറിയ സിനിമയാണ്, പക്ഷേ ഒരു കാര്യമുണ്ട്, വായിച്ചു നോക്കിയിട്ട് വിളിക്കും. ഞാൻ വായിച്ചു നോക്കി. വായിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസും അത് എന്തുകൊണ്ട് പറയണം എന്നുള്ളൊരു കാര്യം, എന്തായാലും എനിക്കൊരു നിലപാടും ഒരു രാഷ്ട്രീയവും ഉണ്ടാവുമല്ലോ, അത് ആ നിലപാടിനും രാഷ്ട്രീയത്തിനും യോജിച്ച ഒരു കഥയാണ് അത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് താല്പര്യമുണ്ട് അർഷദ് ഖാൻ, ഞാൻ മമ്മൂക്കയുടെ അടുത്ത് പറയട്ടെ, പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ഈ കഥ പറഞ്ഞു. പുഴുവിൻ്റെ കഥ പറഞ്ഞതല്ല, അന്ന് ലോക്ക്ഡൗണാണ്, ഞാൻ അയച്ചു കൊടുത്തതാണ്. മമ്മൂക്ക വായിച്ചിട്ട് പറഞ്ഞു ഓക്കെ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് പുഴു ഉണ്ടായത്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ സമയമില്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ സദസ്സിന് വിട്ടുകൊടുക്കുകയാണ് ചോദ്യം ചോദിക്കാനുള്ള അവസരം. മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞു, കുട്ടൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്, അവർക്കും അറിയണമെന്നുണ്ടാവും. എന്നാലും നമ്മുടെ വിഷയം ഇതായതുകൊണ്ട് ഭാരതിയിലേക്ക് വരാം. ഭാരതി ഒരു താഴ്ന്ന ജാതിക്കാരനുമായി ഇറങ്ങിപ്പോവാൻ ധൈര്യം കാണിച്ചൊരു പെണ്ണാണ്. പക്ഷേ ഒരു ലൗഡായ റിബലായ ഒരു ഫെമിനിസ്റ്റോ ജാതീയത ഒഴിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു സോഷ്യൽ വർക്കറോ ഒന്നുമല്ല. വിദ്യാഭ്യാസവും കഴിവുമുള്ള നമ്മളെയൊക്കെ പോലെ സാധാരണ ഒരു സ്ത്രീ. സ്വന്തം ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അവൾക്ക് വ്യക്തമായി അറിയാം, നിലപാടുകളിൽ നിശ്ചയദാർഢ്യവുമുണ്ട്. പക്ഷേ അതേ സമയത്ത് കുടുംബത്തോടും ഓപ്പയോടും സ്നേഹവുമുണ്ട്. അവരാൽ അംഗീകരിക്കപ്പെടണം എന്ന ആഗ്രഹവും ഭാരതിക്കുണ്ട്. അപ്പോൾ ഇത്രയും റിയലിസ്റ്റിക്കായിട്ട് ഭാരതിയെ അവതരിപ്പിച്ചതും പ്രത്യേകിച്ച് ഔട്ട്സ്പോക്കൺലി ഫെമിനിസ്റ്റായ പാർവതിയിൽ ഭാരതിയെ ഭദ്രമായി മെരുക്കിയെടുത്തതും എങ്ങനെയാണെന്നുകൂടി. ഈ കഥ പാർവതിയോട് പറഞ്ഞ, ഇവിടെ ഞങ്ങൾ കോഴിക്കോട് ഹൈലൈറ്റ് മാനത്തുള്ള ഒരു ഫ്ലാറ്റിൽ ഇരുന്നിട്ടാണ് കഥ പറയുന്നത്. അപ്പോൾ ഹർഷദ് ഖാൻ അതിൻ്റെ റൈറ്റർ വളരെ വ്യക്തമായിട്ട് ഓരോ കഥാപാത്രങ്ങളും എന്ത് ചിന്തിക്കണം എന്നത് വരെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കാരണം അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരു പരിധി വരെ എൻ്റെ കാഴ്ചകൾ മാത്രമാക്കാൻ പറ്റും. കാരണം അത് വളരെ വെൽ റിട്ടണായ, അതിൻ്റെ ഡയലോഗ്സ് മൊത്തം അത്രയും പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സംസാരിക്കുമ്പോൾ അത് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഒരു കൂട്ടായിട്ടുള്ള ഒരു തീരുമാനം കൂടിയായിരിക്കും. അപ്പം അത് സംസാരിക്കുമ്പോൾ ഭാരതി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് സിനിമയിലൊരു സാധനമാണ്, അത് അത്ര നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒറ്റ കാര്യമാണ് പറഞ്ഞത്,
ഭാരതിയുടെ മൂക്കിൽ വലിയൊരു മൂക്കുത്തി ഉണ്ടായിരുന്നു. അത് അഴിച്ചു വെച്ച പാട് മാഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭാരതി അവിടെ നിന്ന് ഇറങ്ങി, പക്ഷെ ഭാരതി കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. ഭാരതി വളർന്ന് എന്താ പറയുക, അവർ അറിഞ്ഞ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് അവർ മറ്റൊന്നിലോട്ട് പറിച്ചു നട്ടപ്പോഴും അവരതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷെ അവർക്കറിയാം ഇതാണ് ശരിയെന്ന്. ആ ശരിയുടെ കൂടെയാണ് അവർ നിൽക്കുന്നത്. സോ ആ ശരിയെക്കുറിച്ചുള്ള ധാരണ വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ആ സ്ക്രിപ്റ്റിനകത്ത്, ഞാൻ പറഞ്ഞില്ലേ മൂക്കുത്തിയുടെ അടയാളം മാറിയിട്ടില്ലെന്ന് പറയുമ്പോൾ അത്രയും വ്യക്തമുണ്ട് ആ ഒരു കഥാപാത്രം. പിന്നെ പാർവതി ഒരു വളരെ ബ്രില്യൻ്റ് ആക്ടറാണ്. അവരുടെ സമയം അതിനുവേണ്ടി ഒരുപാട് ചെലവഴിക്കും. അവരത് കേട്ട് എന്താണെന്ന് മനസ്സിലാക്കി അത് ചോദിച്ച് ഡയറക്ടറോടും റൈറ്ററിനോടും ഒക്കെ അത് സംസാരിച്ച് മനസ്സിലാക്കി അവർക്കുള്ളിലുള്ള ഒരു കാര്യം നമ്മളോട് സംവദിച്ച് അങ്ങനെയൊക്കെയാണ് അവരൊരു സിനിമ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു പെർഫെക്ഷൻ അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് അതിൽ എൻ്റെ പാർട്ട് മാത്രമല്ല, റൈറ്ററിൻ്റെ പാർട്ടും പാർവതിയുടെ പാർട്ടും ഒക്കെ അതിനകത്ത്. പാർവതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ WCC ഓർമ്മ വന്നു. അതിനെക്കുറിച്ച് കൂടി ഒരു ചോദ്യം ചോദിച്ച് ഞാൻ നിങ്ങൾക്ക് മൈക്ക് വിട്ടുതരാം. WCC കേരളീയ സമൂഹത്തിലും സിനിമാ മേഖലയിലും വലിയ തോതിൽ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കളക്റ്റീവാണ്. അതിൻ്റെ എല്ലാ പ്രസക്തിയും മനസ്സിലാക്കുമ്പോൾ തന്നെ പല വിവാദങ്ങളിലൂടെ പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റത്തീന ഈ സംഘടനയുമായി എങ്ങനെയാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത്? അതിലെ മെമ്പറാണോ? അവരുടെ നിലപാടുകളിൽ എന്താണ്? WCC വരുന്നതിൻ്റെ മുൻപ് കാലത്ത് ഞാൻ സിനിമയിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കളക്റ്റീവ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ വന്നപ്പോൾ ഉണ്ടായ കുറേ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ്. അത് നമുക്ക് കണ്ടില്ലെന്നും അറിയില്ലെന്നും അങ്ങനെയല്ലെന്നും വാദിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ശരി. പക്ഷേ ഒരു എന്നാന്ന് ചോദിച്ചാൽ ഒരു കളക്റ്റീവിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പേഴ്സണൽ നിലപാടുണ്ടാവും വ്യക്തിപരമായിട്ട്. അപ്പോൾ നമ്മളൊരു സംഘടനയുടെ ഭാഗമാവുക എന്ന് വെച്ചാൽ ആ സംഘടന പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും നമുക്ക് ഓക്കെ ആവണം. എന്തും ഒരു കാര്യം എന്നുള്ളതല്ല, എന്തും. അപ്പോൾ ഞാനൊരു കളക്റ്റീവിൻ്റെ ഭാഗമാവുമ്പോൾ ആ കളക്റ്റീവ് പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഓക്കെ ആവണം. അങ്ങനെയല്ലെങ്കിൽ ഞാൻ അവർക്കും അവരെനിക്കും ഒരു ബാധ്യതയായി മാറും. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനം, ഞാൻ WCC മെമ്പറല്ല, പക്ഷേ ഞാൻ WCCയുടെ മെയിൻ ആളാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അല്ല. പക്ഷേ അവരുടെ ഫ്രണ്ട് ഓഫ് WCC എന്നാണ്. WCCക്കാർ പോലും എന്നെ അവരുടെ ചടങ്ങുകൾ വിളിച്ചാൽ എന്നെ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് WCCക്കാരിയായ എന്നല്ല, WCCയുടെ സുഹൃത്തായ റത്തീന എന്നാണ്. അതിൽ എനിക്ക് അതിയായ സന്തോഷവും ബഹുമാനവും ഒക്കെ ഉണ്ട് അവരോട്. കാരണം എന്താ വെച്ചാൽ WCCയുടെ സുഹൃത്താവുക എന്നത് WCCക്കാരിയാവുക എന്നതിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമൂഹത്തിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് അങ്ങനെയാവാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില നിലപാടുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കൂടെ നിൽക്കേണ്ടതുണ്ട്, അവരുടെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ഒരാളായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരതിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി കുട്ടികളുടെ ഊഴമാണ്. നിങ്ങൾക്കും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ആകാംക്ഷകളും അവർക്ക് വിശപ്പിനുണ്ട്. അതല്ലേ സത്യം. വെറുതെ വരില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോ. അത്രയും സമയം നമുക്ക് സേവ് ചെയ്യാം. Thank you, ma'am. Now I would like to open the floor to the audience. If anyone has a question, please raise your hand. ഹലോ മാമിന്റെ കഥകൾ വളരെ ശ്രദ്ധയോട് അവിടെയുണ്ട് നമ്മള് വല്ലാത്തൊരു കാലത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. മാമിന്റെ ജീവിതത്തിലെ പല സമയങ്ങളും
ഈ ഒരു പാഷന് വേണ്ടിയിട്ട് നാം മാറ്റി വെച്ചോണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു. ഈ സ്ത്രീ പുരുഷ സമത്വം നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്തെ പല അസമയങ്ങളും എന്ന് പറയാറുണ്ട്. സ്ത്രീക്ക് പറ്റാത്തൊരു സമയം, അസമയങ്ങൾ, രാത്രി, പാതിരാത്രി ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ സ്ത്രീ ഫീൽഡില് അസമയങ്ങളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സേഫ്റ്റി ആയിട്ടുണ്ട്, സുരക്ഷിതമായിട്ട് നമുക്ക് ഈ ജോലി ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് എന്ന് മിസ് മാമിന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു അസമയം, എനിക്ക് പോകാൻ പാടില്ലാത്ത സമയമായിരുന്നു, ഞാൻ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു എന്ന് മാമിന് ഫീൽ ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഒറ്റൊരു ചോദ്യം കൂടി, ഇത്രയും സമയം നമ്മൾ ഈ ഒരു വർക്കിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ നമ്മൾ പല ത്യാഗങ്ങളും ചെയ്യേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്? ജീവിതത്തിൽ പല ത്യാഗങ്ങളും നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്? ആദ്യത്തെ ചോദ്യം സുരക്ഷയെക്കുറിച്ചും ഞാൻ നേരത്തെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് നേരത്തും ഏത് സമയത്തും നമുക്ക് കാലാവസ്ഥയോ സമയമോ കാലമോ ഒന്നുമില്ലാതെ വർക്ക് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ സിനിമ മറ്റൊരു ജോലി പോലെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ അത്രയും പാഷൻ, അത്രയും ആഗ്രഹം, ഇതാണ് എനിക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ള അത് നമ്മളൊരു ഷോർട്ട് സമയത്തേക്കല്ലേ. ആ ഒരു ചിന്ത നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളുടെ ആവശ്യമാണ്, എപ്പോഴും നമ്മുടെ മുന്നിൽ എത്ര തടസ്സങ്ങളുണ്ടാവും അതിനെ മറികടക്കാൻ നമ്മളുടെ ആ ഒരു ആവശ്യമാണ്. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏത് സമയം വർക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണ. അവിടെ സുരക്ഷിതമാണോ എന്ന് ചോദിക്കുമ്പോൾ സിനിമ ഈ ഒരു സ്ഥലത്താണ് സംഭവിക്കുന്നത്. ഷൂട്ട് നടക്കുന്ന ഒരു ഫ്ലോറിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്തായിരിക്കും. ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകൾ, ഈ 120 പേര് വിചാരിച്ചാൽ മാത്രമേ നമുക്കൊരു അപകടം ഉണ്ടാവുള്ളൂ. ഒരാളെ നമ്മൾ അപകടപ്പെടുത്താൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അപകടം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒന്നും നമ്മളെ ആരും തട്ടിക്കൊണ്ടാൻ പറ്റുന്ന ഒരു സ്പേസ് അല്ല സിനിമ. കാരണം 120 പേര് നിൽക്കുകയല്ലേ, വെളിച്ചവും ഹോട്ടൽ റൂമുകളും സൗകര്യങ്ങളും ഒക്കെ ഉള്ളിടത്തുനിന്ന് നമ്മളെ ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോവർക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു ആൾ വന്ന് നമ്മളെ ഉപദ്രവിക്കില്ല. ഒരു പബ്ലിക്കിന് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സ്പേസ് അല്ല അത്. ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ ആക്രമിച്ചു എന്ന് പറയുന്ന സ്പേസ് അല്ല സിനിമ. സിനിമയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ക്രൂ ആണ്, അത് ആ ക്രൂവിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ പ്രശ്നമാണ്. അപ്പോ എന്റെ സെറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനായിരിക്കും എന്തെങ്കിലും പ്രൊഡക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനായിരിക്കും എന്റെ ഡയറക്ടർ. സോ എൻ്റെ ഒരു സ്പേസ് ഞാൻ ആദ്യം തന്നെ സുരക്ഷിതമാക്കി, എനിക്കും എൻ്റെ കോവർക്കേഴ്സിനെ സുരക്ഷിതമാക്കി ഞാൻ വെക്കുന്നുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞത്, എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ളൊരു കാരണം ഞാൻ തന്നെയാണ് എൻ്റെ സ്പേസ് ഉണ്ടാക്കുന്നത്. എൻ്റെ ജോലി അതായിരുന്നു, എൻ്റെ ജോലിയുടെ സ്വഭാവം അതായിരുന്നു. അപ്പം ആ സ്വഭാവത്തിൽ ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ വേറെ ആരും വന്നിട്ട് എനിക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അപ്പൊ എന്നെ സംസാരിച്ചിട്ട് എൻ്റെ ഞാൻ ചോദിച്ചു മേടിക്കുന്ന, ഞാൻ എൻ്റെ സുരക്ഷിതത്വം ഞാൻ ചോദിച്ചു മേടിക്കും, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ചോദിച്ചു മേടിക്കും, ഞാൻ പറയും. അത് എനിക്ക് വളരെ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ നമ്മളുടെ ഒരു വിൽ പവറും നമ്മളുടെ ഒരു ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം. എനിക്ക് സുരക്ഷിതത്വം വേണം. അങ്ങനത്തെ ഒരു ജനറേഷനാണ് ഇപ്പോഴത്തത്. അപ്പൊ ഇപ്പോഴൊന്നും ഈ പറയുന്ന പോലത്തെ ഒരു വലിയ സംഭവം ഇനി ഉണ്ടാകത്തൊന്നുമില്ല. കാരണം അവർക്കറിയാം അവർക്ക് എന്താ വേണ്ടത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇപ്പൊ കൂടുതൽ പ്രശ്നം. കാരണം അതൊരു പ്രശ്നമാണ്. ചോദ്യം ചോദിക്കുന്ന സ്ത്രീ ഒരു പ്രശ്നമാണ്. മാമിന്റെ ഫിലിം ജേർണി പറഞ്ഞപ്പോ ഞാൻ എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു തോട്ട് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ആ ചിന്തയിലോട്ട് പോയി. അതായത് 2015 തോന്നുന്നു, ഞാനൊരു അധ്യാപകനാണ്. അപ്പോ ഞാൻ എൻ്റെ പ്രണയത്തിലായ സമയത്താണ്, സക്സസ്ഫുൾ പ്രണയമല്ല, ആ സമയത്ത് അപ്പോ ആ സമയത്ത് ഒരു ഫിലിം നിഖിലാവിന്റെ ഫസ്റ്റ് ഫിലിമായിരുന്നു. അപ്പൊ ആ സിനിമ ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിന് സുഹാസിനി എന്നൊരു ഡയലോഗ് ഇപ്പോഴും എന്റെ മാരേജ് ലൈഫിലും എനിക്ക് ഭയങ്കര പേഴ്സണൽ റിലേറ്റ് പറ്റിയൊരു ഡയലോഗ് ഉണ്ട്. എനിക്ക് റിലേഷൻഷിപ്പില് ടച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് സുഹാസിനി പറയുന്നുണ്ട്. ഡിവോഴ്സ് ആയിട്ട്
പിന്നെ അവിടെ ലവറിനെ പിന്നീട് കാണുകയും ആ ലവറുമായിട്ട് പിന്നീട് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് എനിക്ക് ലവിനോടാകാൻ തോന്നുന്നു. എനിക്ക് ലവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് റിലേഷൻഷിപ്പിൽ ടച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഒരു ഡയലോഗ് ഞാൻ അന്ന് എനിക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഒരാളെ കെട്ടിപ്പിടിക്കണം അല്ലെങ്കിൽ കൈ പിടിക്കണം. അപ്പൊ ആ ഒരു സമയത്ത് പ്രണയിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ലവറിനോട് അയച്ചു കൊടുത്തിരുന്നു. ആ സമയത്ത് അവള് പറഞ്ഞത് അയ്യേ വൃത്തികെട്ടവൻ എന്നാണ് അന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ 2015 ഇന്ന് ഓക്കെ, അപ്പൊ അന്ന് അത് പറഞ്ഞു. പക്ഷെ ഇന്ന് ഫീമെയിൽ ഫിലിം മേക്കർ എന്ന നിലയിൽ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അതൊരു സെക്ഷലൈസ് ചെയ്യാതെ ഒബ്ജക്ടിഫൈ ചെയ്യാതെ അതൊരു ഇമോഷൻ, ഒരു ട്രൂ ഇമോഷൻ ആയിട്ട് കാണിക്കാൻ പറ്റുന്നതിൽ ഒരു ഫീമെയിൽ ഫിലിം മേക്കർ എന്നതിൽ എത്രത്തോളം ഫ്രീഡം ഉണ്ട് ഈ 2026 വന്ന് നിൽക്കുന്നു. ഞാൻ 2 സിനിമയാണ് ചെയ്തത്. അതിൽ രണ്ടാമത്തെ സിനിമയിൽ ഞാൻ ഒരു കഥാപാത്രത്തിന് 2 പേരും, ആ നിങ്ങൾ സ്പോയിലർ ആണ് എന്നാലും ഞാൻ പറയാം, അത് OTT വരുമ്പോൾ കാണും. അതില് നവ്യയും സൗബിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? അത് എത്രത്തോളം നിങ്ങളെ ടച്ച് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ രംഗം എനിക്ക് എഴുതി അയച്ചു തന്നത് ഒരു പുരുഷനാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് അവളോട് ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ അവൾ ഹഗ്ഗിയാണ്, അയാൾ ടൈറ്റായിട്ട് പിടിച്ചിട്ട് പൊട്ടിക്കരയാണ്. അപ്പോ അതിന്റെ അർത്ഥം എന്താ? ഒരു ടച്ച്. ചിലപ്പോൾ അത് നമുക്ക് എപ്പോഴും പ്രണയത്തിന്റെ ടച്ച് മാത്രമല്ല, സൗഹൃദത്തിന്റെ ടച്ച് ഉണ്ട്. ഒരു സുഹൃത്ത് നമ്മളൊന്ന് പിടിക്കുക, നമുക്ക് തോന്നില്ല ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും, എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നെങ്കിൽ, എൻ്റെ അടുത്തൊന്ന് സമാധാനിപ്പിച്ചെങ്കിൽ, തൊട്ടെങ്കിൽ, അതൊന്നും ഇപ്പൊ ഈ കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇവർ വളരെ യങ്ങാണ്, 2 young. അപ്പൊ ഇവർക്ക് ഇപ്പൊ അവർ ചിന്തിക്കുന്ന പ്രണയത്തിന്റെ ഇതിൽ നിന്ന് മാഷ് കുറച്ചുകൂടി മുന്നിലേക്ക് പോയിട്ടുണ്ട്. അപ്പം മാഷിന്റെ ടൈപ്പ് ഓഫ് ആൾക്കാരുകളാണ് പാതിരാത്രി. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രണയം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സൗഹൃദങ്ങളിലൊക്കെ ഇവരിനി സഞ്ചരിച്ചെത്താൻ ഇച്ചിരി കൂടി സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങളുടെ പ്രണയങ്ങൾ അതിമനോഹരമാക്കി വെക്കുക. അതാണ് അൾട്ടിമേറ്റ് ഉണ്ടാവുള്ളൂ. അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നീ ചോദിക്കാണ്ടോ, പറയാനുണ്ടോ? ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ഓക്കെ, ഞാനിപ്പോ ഇത് പറഞ്ഞ കാര്യം ചോദ്യം ചോദിക്കുന്നില്ലെങ്കിൽ ഞാനിപ്പോ ഓഡിയൻസിൽ കൂടുതൽ കാണുന്നത് പെൺകുട്ടികളെയാണ്. അപ്പോ അല്ലേ, അപ്പൊ ബോയ്സ് ഉണ്ടോ അവിടെ? അവര് വിചാരിക്കുന്നത് എന്താ പറയാ, ഇവിടെ എന്തോ പെണ്ണുങ്ങളുടെ സംഭവങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക, നമ്മളെന്തിനാണ് ശ്രദ്ധിക്കുന്ന ഓടിയിരിക്കുക. എനിവേ, അപ്പോ പെൺകുട്ടികളോടും എല്ലാവരും ഇതൊന്നും അല്ലാത്തൊരു ടോപ്പിക്, ഒരു ഫീമെയിൽ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോ പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളെല്ലാവരും നന്നായിട്ട് അവനവന്റെ പാഷൻ, ഞാൻ ഈ ഒരു സ്ഥലത്ത് നിന്നൊക്കെ ഞാൻ ഇങ്ങനെ പോയി അതിന്റെ പിറകെ പോയി ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസിൽ ഞാൻ നിൽക്കുന്നു എന്നൊരു ആത്മവിശ്വാസത്തിലാണ് പറയുന്നത്. ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടോ ഞാൻ വലുതായിട്ട് അച്ചീവ് ചെയ്തുകൊണ്ടോ പറയല്ല. പക്ഷെ നിങ്ങളുടെ ആഗ്രഹം അതെന്തായാലും നമ്മൾ വിചാരിക്കും നമ്മളത് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവോ, പറഞ്ഞില്ലേ മനസ്സിലാവോ, ആ ഒരു സംഭവം ഉണ്ട്. അങ്ങനെയല്ല, നിങ്ങളുടെ ആഗ്രഹത്തിനെ ചേർത്ത് പിടിക്കണം. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവരും, ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴുള്ള നിങ്ങളുടെ സ്വപ്നം അതായിരിക്കണം. ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവും, എനിക്ക് ഞാൻ മതി നാളെ എന്ന, എനിക്ക് അവരുണ്ട്, ഇവനുണ്ട്, അല്ല അവളുണ്ട്, മറ്റൊരു അതില്ല. നമ്മളാണ്, നമ്മൾ ഇൻഡിവിജ്വൽ ആണ്. നമുക്ക് വേണ്ടി പണിയെടുക്കുക, നമ്മളുടെ സ്വപ്നം കാണുക, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പം നമുക്ക് വേണ്ടവരൊക്കെ നമ്മളെ കൂടെ വരും. അല്ലെങ്കിൽ നമ്മൾ എന്ന് അവരെ കൂടെ നടക്കേണ്ടി വരും. എല്ലാവരും നമ്മളെ കൂടെ നടക്കട്ടെ, നമ്മൾ മറ്റുള്ളവരുടെ കൂടെ നടക്കുന്നത്. അപ്പൊ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. പിന്നെ എന്നെ ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ വളരെ മടിച്ചൊക്കെ നിന്നായിരുന്നു എറണാകുളത്ത് നിറവേറി വരുന്ന കാര്യം ആലോചിച്ചിട്ട്. അപ്പം നിങ്ങളുടെ പ്രിൻസിപ്പൾ എന്റെ ഈ പഴയ MES ഒക്കെ പറഞ്ഞ് എന്നെ പിടിച്ച് അപ്പോഴും ഞാൻ അറിയില്ല കേട്ടോ ഇവിടേക്കാ വരുന്നത്. ഈ പ്രദേശം ഞാൻ ഈ മാമിനോട് ചോദിച്ചു ഇതിനടുത്താണോ സ്കൂൾ. അപ്പൊ പുള്ളിക്കാരി എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ പിന്നെയാണ് കണ്ടത്, അടുത്താണെന്ന്. അപ്പോ
എന്നിട്ട് ഞാൻ വന്നത് ഓക്കെ എൻ്റെ സ്കൂളും എൻ്റെ പരിസരവും ഒക്കെ ആണല്ലോ എന്നോർത്ത് വന്നു. അപ്പം എൻ്റെ ടിക്കറ്റ് കൺഫേം ആയി. അപ്പൊ അത് രാവിലെ 5 മണിക്ക് എന്നെ വിളിക്കാനുള്ള 3 പേര് വന്നായിരുന്നു. സിറാജും ഫാസിൽ. അപ്പൊ അവരെന്നോട് പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, അവരുടെ പേര് അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് വിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ പൂരിപ്പിക്കാം. അവരൊരു അടിപൊളിയായിരുന്നു. അവരെന്നെ ഇവിടെ വരെ എന്റർടൈൻ ചെയ്ത് 4-5 മണിക്കൂർ കൊണ്ടുവരികയായിരുന്നു. അത് ഞാൻ അറിഞ്ഞാലേ എന്നെ ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. നിങ്ങൾ അടിപൊളിയായിരിക്കണം. നിങ്ങളുടെ പരിപാടി ഇനി അടുത്ത പരിപാടിക്ക് അടിപൊളിയാട്ടെ. ഓക്കെ, അപ്പോൾ വേഗം ചോദിച്ചോളൂ. ഓക്കെ, ബൈ. താങ്ക് യു. മനോഹരമായ സിനിമ പോലെ എൻറിച്ചിങ് ആയൊരു അനുഭവം തന്നതിന് റത്തീനയ്ക്കും ക്ഷമയോടെ കേട്ടുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you to our panelists for a powerful and thought-provoking session. Insights on portraying women